Good morning all of you. We are in lecture 6. So ഇന്നലെ നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഡിസ്കസ് ചെയ്തു. അതിലുള്ള നൈട്രജൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക, അവിടുന്ന് എങ്ങനെയാണ് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക, അതേപോലെ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പാരാമാഗ്നറ്റിക് ആണോ ഡയോമാഗ്നറ്റിക് ആണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു തന്നത്? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ. അപ്പോൾ അതിൻ്റെതൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരച്ച് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത് ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഈ ഒരു രൂപത്തിലാണോ എന്ന് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഇത് ഞാൻ പറയുന്നില്ല. നൈട്രജൻ്റെ കേസ്, ഒരു നൈട്രജൻ ആറ്റത്തിൽ 7 ഇലക്ട്രോണാണ് ഉണ്ടാവുക. അങ്ങനത്തെ 2 നൈട്രജൻ ആറ്റങ്ങൾ ഉണ്ടാവും. അത് കമ്പൈൻ ചെയ്തിട്ടാണ് നൈട്രജൻ മോളിക്യൂളായിട്ട് മാറുക. അപ്പോൾ ടോട്ടൽ 14 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പം ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തത് അല്ലേ. അപ്പം ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ഈ സ്റ്റാർ ഇല്ലാത്ത ആളുകളെയൊക്കെയാണ് നമ്മൾ എന്ത് ഓർബിറ്റൽ എന്ന് വിളിക്കുക, എന്തെന്നാ വിളിക്കുക? ആന്റി ബോണ്ട് മോളിക്കുലാർ ഓർബിറ്റൽ. സ്റ്റാർ ഉള്ളതിനെയോ? മോളിക്കുലാർ ഓർബിറ്റൽ. ബോണ്ട് മോളിക്കുലാർ ഓർബിറ്റൽ. സ്റ്റാർ ഉള്ളതിനെ നമ്മൾ വിളിക്കുക ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നാണ്. സ്റ്റാർ ഇല്ലാത്തതിനെ നമ്മൾ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നാണ് വിളിക്കുക. സ്റ്റാർ ഉള്ളതിനെ നമ്മൾ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെയുള്ള NB എന്ന് പറയുന്നത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണവും, NA എന്ന് പറയുന്നത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണവുമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ നോക്കിയാൽ ഈ സിഗ്മ 1s ആൻറ്റി ബോണ്ടിങ് ആണ്, അതിൽ 2 ഇലക്ട്രോൺ. സിഗ്മ സ്റ്റാർ 1s ആൻറ്റി ബോണ്ടിങ് ആണ്, അതിന് 2 ഇലക്ട്രോൺ. സിഗ്മ 2s എന്ന് പറയുന്നത് ബോണ്ടിങ് ആണ്, അതിൽ 2 ഇലക്ട്രോൺസ്. സിഗ്മ സ്റ്റാർ 2s എന്ന് പറയുന്നത് ആൻറ്റി ബോണ്ടിങ് ആണ്, അതിലും 2 ഇലക്ട്രോൺസ്. അപ്പോൾ മൊത്തമായിട്ട് ആൻറ്റി ബോണ്ടിങ്ങിൽ എത്ര ഇലക്ട്രോൺ ആയി? 4 ഇലക്ട്രോൺ ആയില്ലേ. അതാണ് ഈ കാണിച്ചിട്ടുള്ള 4 എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ്? സിഗ്മ 1s, സിഗ്മ 2s, പൈ 2px, പൈ 2py, സിഗ്മ 2pz എന്നൊക്കെ പറയുന്നത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്. അതിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിനാണ് നമ്മൾ NB എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ബോണ്ട് ഓർഡർ നൈട്രജൻ്റെ 3 എന്ന് കിട്ടുന്നത്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡയാമാഗ്നറ്റിക് ആണ്, അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ള ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നാലും. ബോണ്ട് ഓർഡർ നമ്മൾ പഠിച്ചതാണ്. ബോണ്ട് ഓർഡർ നമ്മൾ MOT പ്രകാരം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ഈസ് ഡിഫൈൻഡ് ആസ് ഹാഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ്. ആ ഒരു ഇക്വേഷൻ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു NB - NA ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതിയില്ലേ, അതൊന്ന് ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞതാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ബോണ്ട് ഓർഡർ എന്ന് പറയുക. MOT പ്രകാരം ഹാഫ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് മൈനസ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ബോണ്ട് ഓർഡർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസിനെക്കാട്ടും കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു മോളിക്യൂൾ എന്തായിരിക്കും? സ്റ്റേബിൾ മോളിക്യൂൾ ആയിരിക്കും. ദെൻ ബോണ്ട് ഓർഡർ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാലോ, നെഗറ്റീവ് അല്ലെങ്കിൽ 0 എന്ന് പറയുന്ന സമയത്ത് NB എന്ന് പറയുന്നത് NAക്ക് ഈക്വൽ ആവാം, അല്ലെങ്കിൽ ലെസ് ദാൻ NA ആവാം. NB ലെസ് ദാൻ NA ആവാം, അല്ലെങ്കിൽ NB ഈക്വൽ ടു NA ആവാം. ആ ഒരു കേസിൽ മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, അപ്പം ഇത് 0 വരുന്ന കേസും പോസിറ്റീവ് വരുന്ന കേസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പോസിറ്റീവ് ആണെങ്കിൽ NA ഗ്രേറ്റർ ദാൻ NB ആണ്, നെഗറ്റീവ് 0 ആണെങ്കിൽ NB ഈക്വൽ ടു NA അല്ലെങ്കിൽ NB ലെസ് ദാൻ NA എന്ന് പറയാം. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കിട്ടുക? ഇവിടെ ജസ്റ്റ് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. NB ഗ്രേറ്റർ ദാൻ NA. NB എന്ന് പറയുന്നത് ഞാൻ ഒരു 10 എടുക്കുകയാണ്,
എൻ എ എന്ന് പറയുന്നത് ഞാനൊരു 4 എടുക്കുകയാണ്. അപ്പം എൻ ബി എന്ന് പറയുന്നത് 10 ആണോ 4 ആണോ വലുത്? 10. ആ 10 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 10. 6 അല്ലേ കിട്ടുക? 6/2 = 3. അപ്പം ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. ഇതില്ലേ ആ വാല്യൂ ഇല്ലേ NB - NA/2 വാല്യൂ ഉണ്ടാവില്ലേ, ഒരു വാല്യൂ ഉണ്ടാവില്ലേ, ആ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് സ്റ്റേബിളും, ആ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അൺസ്റ്റേബിളും അല്ലേ? അല്ലാണ്ട് NBന്റെ മാത്രം വാല്യൂ NAന്റെ മാത്രം വാല്യൂ അല്ലേ കമ്പയർ ചെയ്യേണ്ടത്? അല്ല ബോണ്ട് ഓർഡർ പോസിറ്റീവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഇവിടെ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഈ എൻ ബി എന്ന് പറയുന്നത് എന്നേക്കാട്ടും കൂടുതലായിരിക്കും. അതാണ് ഞാനിപ്പം 10 - 4 ആ ഒരു എക്സാമ്പിൾ എടുത്തത്. നൈട്രജൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ NB എന്ന് പറയുന്നത് 10 ആണ്, NA എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക ബോണ്ട് ഓർഡർ 3 ആണ്, +3 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ മോളിക്യൂൾ സ്റ്റേബിൾ ആണ്. ഇനി 0 വരുന്ന കേസ് ഹീലിയോ ഒക്കെ എടുത്താൽ 0 ആണ് വരിക. നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പം നോക്കും. അപ്പം ആ ഒരു കേസിൽ എന്താണ് വരിക? ബോണ്ട് ഓർഡർ 0 ആയതുകൊണ്ട് തന്നെ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആണ്. അങ്ങനെ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യൂല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തില്ലേ? ദെൻ ഈ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത് 1 വരാം, 2 വരാം, 3 വരാം. ആ 1 ആണ് ബോണ്ട് ഓർഡർ എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിരിക്കും. 2 ബോണ്ട് ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ബോണ്ട് ആയിരിക്കും. 3 വരികയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. ദെൻ ഈ ഒരു കാര്യം നമ്മൾ പണ്ട് പറഞ്ഞതാണ്. ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ബോണ്ട് ഓർഡറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും. പറഞ്ഞതല്ലേ? ഓക്കെ. ദെൻ ഈ ഒരു എമ്മോട്ടിൽ നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് നേച്ചറാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ടൈപ്പ് മാഗ്നറ്റിക്സ് ആണുള്ളത്, പാരാമാഗ്നറ്റിസവും ഡയാമാഗ്നറ്റിസവും. ആ 2 മാഗ്നറ്റിക്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. വേറെ പല ടൈപ്പും ഉണ്ട്, അത് നമ്മൾ സെക്കൻഡ് ഇയറിൽ ഡിസ്കസ് ചെയ്യും. അപ്പം പെയർഡ് ഇലക്ട്രോൺസ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മോളിക്യൂൾ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഇനി അത് അൺപെയർഡ് ആയിട്ടാണ് ഇലക്ട്രോൺസ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, ഒരു മോളിക്യൂള് അതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ അതിൽ പെയർഡ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും ഇല്ല എങ്കിൽ ആ മോളിക്യൂള് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. നൈട്രജൻ്റെ കേസ് എടുത്ത സമയത്ത് ഏതെങ്കിലും മോളിക്കുലാർ ഓർബിറ്റലിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈട്രജൻ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ആ മോളിക്യൂൾ എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ അൺപെയർഡ് ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക്, അൺപെയർഡ് ഇല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക്. ജസ്റ്റ് അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇത്രയും ടേംസാണ് നമ്മൾ ജസ്റ്റ് ഈ ഒരു മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇന്നലെ കുറച്ച് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ്റെ കേസിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം കിട്ടിയത് എന്ന് നോക്കുക. ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞ് അങ്ങനെ പോട്ടോ. അതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 ഇലക്ട്രോണാണ്. കാരണം ഓരോ ഹൈഡ്രജൻ ആറ്റത്തിലും ഓരോ ഇലക്ട്രോൺ വീതമാണ് ഉണ്ടാവുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എനിക്ക് എന്തെന്ന് എഴുതാം? σ1s2 എന്ന് എഴുതാം. ഓക്കെ, ഇത് മോളിക്കുലാർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതാണ് കേട്ടോ. ഈ σ1s2 എന്ന് പറയുന്നത് അറ്റോമിക് ഓർബിറ്റൽ അല്ല. അപ്പോൾ σ1s2 അതാണ് ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. നമ്മൾ ½ × NB - NA എന്നാണ്. അപ്പം 2 ഇലക്ട്രോണാണ് ഉണ്ടാവുക. അപ്പം അതിൽ ഈ 2 ഇലക്ട്രോണും σ1sലേക്കാണ് പോവുക. σ1s എന്ന് പറയുന്നത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്. അപ്പോൾ അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. ആ 2 ഇലക്ട്രോണോട് കൊടുത്തു. അപ്പം ഇതിൻ്റെ അടുത്ത് മൊത്തമായിട്ട് 2 ഇലക്ട്രോണേ ഉള്ളൂ. ഇനി ആൻറ്റി ബോണ്ടിങ്ങിലേക്ക് കൊടുക്കാൻ ഇലക്ട്രോൺ ഒന്നുമില്ല, കാരണം അതിലുള്ള 2 ഇലക്ട്രോണും ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലേക്ക് പോയി കഴിഞ്ഞു. പിന്നെ അവിടെ കൊടുക്കാൻ ഇലക്ട്രോൺ ഇല്ല. അതുകൊണ്ട് ആൻറ്റി ബോണ്ടിങ്ങിൽ
നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലായി? എൻ ബി എന്ന് പറയുന്നത് എന്നേക്കാട്ടും കൂടുതലല്ലേ? എൻ ബി എന്നേക്കാട്ടും കൂടുതലാകുന്ന കേസിൽ ബോണ്ട് ഓർഡർ എത്ര വരിക? പോസിറ്റീവ് വാല്യൂ ആണ് വരിക. ദാറ്റ് ഈസ് ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് 2/2 = 1 എന്ന് കിട്ടും. ഇത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈഡ്രജൻ്റെ ബോണ്ട് ഓർഡർ 1 ആണ്. ഒരു പീരിയോഡിക് ടേബിൾ വെച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു, 10 10 1 2 3 2 1 0 എന്ന് ഓർത്ത് വെച്ചാൽ മതി ബോണ്ട് ഓർഡർ എന്നുള്ളത്. അപ്പം അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോണ്ട് ഓർഡർ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെയും കിട്ടി. ദെൻ ഇതിൻ്റെ ബോണ്ട് എനർജി ഇത് നിങ്ങൾ പഠിച്ചു വെക്കണമെന്നില്ല, 438 kJ/mol ആണ്. ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 74 ആണ്. ഹൈഡ്രജൻ മോളിക്യൂളിലുള്ള കേസാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ബോണ്ട് എനർജി എന്ന് പറയുന്നത് 438 kJ/mol ആണ്. ദെൻ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 74 പൈക്കോമീറ്റർ ആണ്. ദെൻ ഇതിൽ എന്തില്ല, അൺപെയർഡ് ഇലക്ട്രോൺസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഡയാമാഗ്നറ്റിക് ആണ്. ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും സിംഗിൾ കോവാലൻ്റ് ബോണ്ട് ഉണ്ടാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എക്സിസ്റ്റ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ആറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് സിംഗിൾ കോവാലൻ്റ് ബോണ്ടാണ്. അപ്പം ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഒരു ഹൈഡ്രജൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉള്ളത് ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഈ കാണിച്ചിട്ടുള്ള 1s എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. അപ്പോൾ അവിടെ രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ടാവും. രണ്ട് അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്താൽ നമുക്ക് രണ്ട് മോളിക്കുലാർ ഓർബിറ്റലാണ് കിട്ടുക. അതിലൊന്ന് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും മറ്റൊന്ന് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ σ1s ആണ്, ആൻറ്റി ബോണ്ടിങ് σ*1s ആണ്. അപ്പോൾ അറ്റോമിക് ഓർബിറ്റൽ നോക്കുമ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ ഓരോ ഇലക്ട്രോൺ വീതമാണ് ഉണ്ടാവുക. അപ്പോൾ ആ രണ്ട് ഇലക്ട്രോണിനെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? റെപ്രസെൻറ്റ് ചെയ്തു. അപ്പം ഈ രണ്ട് അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന മോളിക്കുലാർ ഓർബിറ്റൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലുണ്ട്, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലുണ്ട്. അപ്പം ഈ രണ്ട് ഇലക്ട്രോൺ ഇതിൽ എവിടെയാണ് ഫില്ല് ചെയ്യുക? σ*1sലാണോ σ1sലാണോ? σ1s. σ1sലാണ് എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. കാരണം ഞാനൊരു ഓർഡർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. 14 ഇലക്ട്രോൺസ് വരെ ഒരു ഓർഡറും 14 കഴിഞ്ഞിട്ട് വേറൊരു ഓർഡറിലുമാണ് എന്ത് ചെയ്യുക? എനർജി ഇൻക്രീസിങ് ഓർഡർ വരുന്നത്. ആ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ σ1s2 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിയത് ഈ 1sഉം 1sഉം അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് അവിടെ ഫോം ചെയ്തിട്ടുള്ള ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, എനർജി കുറവായിട്ടുള്ള ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആയിട്ടുള്ള σ1sലേക്ക് രണ്ട് ഇലക്ട്രോണും പോകുന്നത് കൊണ്ടാണ്. ഇവിടെ σ*1s എന്തില്ല? ആൻറ്റി ബോണ്ടിങ്ങിൽ ഇലക്ട്രോൺസ് ഒന്നുമില്ല. ഇവിടെ σ1s അഥവാ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ രണ്ട് ഇലക്ട്രോൺ ഉണ്ട്. അതാണ് NB എന്ന് പറയുന്നത്. ആ രണ്ട് ഇലക്ട്രോണാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. σ*1sൽ ഇലക്ട്രോണുകളൊന്നും തന്നെ ഇല്ല. അവിടെ ഫില്ല് ചെയ്യാൻ ഇലക്ട്രോൺസ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അടുത്തില്ല. അതുകൊണ്ട് തന്നെ ആൻറ്റി ബോണ്ടിങ്ങിൽ ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. ഇത് കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും? ചെയ്തവർക്ക് ഇത് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ ഹൈഡ്രജൻ്റെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്? ഇല്ല. ഒരു ഡയാമാഗ്നറ്റിക് അത് റെഡി ആവുന്നില്ല. ഈ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രത്തിൽ എവിടെയെങ്കിലും അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? അതായത് σ*1sഉം σ1sഉം അത് നോക്കിയിട്ടാണ് അൺപെയർഡ് ഇലക്ട്രോൺസ് നോക്കണ്ട്. യെസ്, മോളിക്കുലാർ ഓർബിറ്റൽ നോക്കിയിട്ടാണ് നമ്മൾ അൺപെയർഡ് ഇലക്ട്രോൺസ് പറയാം. ഒരിക്കലും അറ്റോമിക് ഓർബിറ്റൽ നോക്കരുത്. മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അൺപെയർഡ് ഇലക്ട്രോൺസ് നോക്കേണ്ടത് മോളിക്കുലാർ ഓർബിറ്റൽ നോക്കിയിട്ടാണ്. അപ്പോൾ ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ അത് എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആയിരിക്കൂലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വണ് ഹീലിയമാണ്. ഹീലിയത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഒരു ഹീലിയത്തിൽ 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പം അത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്രകാരം അതിൻ്റെ ഫില്ലിങ്ങിൻ്റെ ഓർഡർ പ്രകാരം നമുക്ക് σ1s2 σ*1s2 എന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് ഓർഡർ നോക്കുന്ന സമയത്ത് എത്രയാണ് വരിക? ഇതിൻ്റെ ബോണ്ട് ഓർഡർ എത്രയാണ് വരിക? അബ്ദുൽ റക്കീബ്,
ഇതിൻ്റെ ബോണ്ട് ഓർഡർ എത്ര വരിക? 0 ആണ് കിട്ടിയത്. 0 ആണോ? എങ്ങനെയാ കിട്ടിയത് റക്കീബേ? എന്ത് മനസ്സിലാക്കില്ല, ഒന്നും കൂടി പറഞ്ഞില്ല. ഇത്രയും നേരം ഞാൻ മലയാളത്തിലല്ലേ എന്നോട് ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ചതിന് ഇത് മനസ്സിലാവുന്നുണ്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോയെന്ന് നിങ്ങൾ ഓരോരുത്തരുടെ പേര് വിളിച്ച് ചോദിക്കാൻ പറ്റുമോ? നിങ്ങളപ്പുറത്ത് കാണുന്നും കൂടില്ല ഞാൻ, അതുകൊണ്ടാണ് ഓരോ സാധനം എടുക്കുന്ന നേരം ചോദിക്കുന്നത് മനസ്സിലായോ ഇല്ലേ എന്നുള്ളത്. മനസ്സിലായിട്ടില്ലെങ്കിൽ അന്നേരം പറയണമല്ല എന്നുള്ളത്. ഇതേപോലെ കുറേ എണ്ണം കുത്തിരിക്കുന്നുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. ചാപ്റ്റർ തീരാനായി. ഇത് തുടക്കം മുതൽ പറഞ്ഞു കൊണ്ടുവരുന്ന സാധനമാണ്. ഇതിൻ്റെ തൊട്ട് മുന്നേയും കൂടി അതല്ലേ പറഞ്ഞത്? തീരെ ബോധമല്ലേ? ഇതിൽ ഇത്ര ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഏതാ? ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ ഇതിൽ ഏതാ ഇതിൻ്റെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ? പോയോ? ഓനോട് ചോദിക്കുന്നത്. ഇതിലേതാ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ? ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാല് 0 അതാണ്. ക്ലിയർ ആയില്ല, ഒന്നും കൂടി. ഇനി വെറും 2 മാസമേ എക്സാമിനുള്ളൂ. മാർച്ചിലെ എക്സാം അല്ലേ നിങ്ങൾക്ക്? 10-14 ചാപ്റ്റർ ഉണ്ട് ഇതോളം കിടക്കുന്നത് കേട്ടോ. ആ ഒരു ബോധം ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 ആണ്. അപ്പം ഇതിൽ നമ്മൾ പറഞ്ഞു സ്റ്റാർ ഇല്ലാത്തതൊക്കെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്. അതിലുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറയാം. സ്റ്റാർ ഉള്ളതെല്ലാം ആൻറ്റി ബോണ്ടിങ് ആണ്. അതിലുള്ളതാണ് നമ്മൾ NA എന്ന് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ NB എന്ന് പറയുന്നത് എത്രയാണ്, NA എന്ന് പറയുന്നത് എത്രയാണ്? രണ്ടും എന്താണ്? 2 ആണ് അല്ലേ? ഇപ്പോൾ രണ്ടും 2 എടുക്കുന്ന സമയത്ത് 1/2 × 2 - 2 ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പം ബോണ്ട് ഓർഡർ 0 അല്ലെങ്കിൽ നെഗറ്റീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ആ മോളിക്യൂൾ എന്ത് ചെയ്യൂല? എക്സിസ്റ്റ് ചെയ്യൂല. അപ്പോൾ H2 എന്ന് പറയുന്നത് മോളിക്യൂൾ എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ ബോണ്ട് ഓർഡർ എന്താണ്? 0 ആണ്. മോളിക്യൂൾ സ്റ്റേബിൾ ആണ്. ആ കാര്യം നമ്മൾ പറഞ്ഞു. അത് മോളിക്യൂൾ അൺസ്റ്റേബിൾ ആണ്. ആ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ദെൻ അപ്പോൾ അതിൻ്റെ ബോണ്ട് ഓർഡർ 2. ഇനി അതിൽ നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ നോക്കാം. അപ്പം ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 ആണ്. അതേപോലത്തെ 2 ഹീലിയം ആറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ടോട്ടൽ 4 ഇലക്ട്രോൺ. അറ്റോമിക് ഓർബിറ്റൽ നോക്കുമ്പോൾ ടോട്ടൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ആദ്യം സിഗ്മ 1sൽ ഫില്ല് ചെയ്യുക. 2 സിഗ്മ 1sൽ കൊള്ളുക. അത് ഫില്ല് ചെയ്തു. ബാക്കി 2 ഉണ്ട്. അത് നമ്മൾ സിഗ്മ സ്റ്റാർ 1sൽ ഫില്ല് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ആയി. അപ്പോൾ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസിൽ ബോണ്ട് ഓർഡർ 0 ആണ് വരിക. അപ്പോൾ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആയിട്ട് പോകും. അപ്പം ഈ ഒരു മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രമാണ് ഹീലിയത്തിൻ്റെ കേസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിഥിയാണ്. അതിന് 3ാമത്തെ എക്സാമ്പിൾ അല്ലേ? അപ്പോൾ ഇതിൽ ലിഥിയത്തിൽ ടോട്ടലായിട്ട് 6 ഇലക്ട്രോണാണ് ഉണ്ടാവുക. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2. ഇതിൻ്റെ ബോണ്ട് ഓർഡർ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിലെ ബോണ്ടിങ് NB എന്ന് പറയുന്നത് സ്റ്റാർ ഇല്ലാത്തതിൽ എണ്ണം 2 4 4 - 2 ഓൾ ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. കിട്ടിയോ?
മനസ്സിലായണോ എങ്ങനെയാണ് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്? അപ്പോൾ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണ്. അപ്പോൾ മോളിക്യൂൾ സ്റ്റേബിൾ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് നോക്കാം. ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1 അല്ലേ? ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഒരു ലിഥിയം ആറ്റത്തിൻ്റെത് 1s2 2s1 ആണ്. അപ്പോൾ ഇതിലുള്ള 1sലെ 2 ഇലക്ട്രോൺ ഞാൻ ഫില്ല് ചെയ്തു. അത് ബോണ്ടിങ് ഓർബിറ്റലിലും ആൻറ്റി ബോണ്ടിങ്ങിലും BMOയിലും ABMOയിലും ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് എത്രയാണ്? 2sൽ ഓരോ ഇലക്ട്രോൺ വീതമാണ് നമുക്ക് ലിഥിയത്തിൻ്റെ കേസിൽ ബാക്കിയുള്ളത്. അപ്പം അവിടെയും 2 അറ്റോമിക് ഓർബിറ്റലാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ 2 മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങോട്ടാണ് പോവുക? എനർജി കുറവായിട്ടുള്ള ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലോട്ട് പോകും. അപ്പം ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഒന്ന് 1sലും ഒന്ന് 2sലും ആയിട്ട് ടോട്ടൽ 4 ഇലക്ട്രോൺ ഉണ്ടാവും. ആൻറ്റി ബോണ്ടിങ്ങിൽ 2 ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണോ? അപ്പം ഈ ഒരു എനർജി ലെവൽ ഡയഗ്രാമാണ് ലിഥിയത്തിൻ്റെത് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കണം. ദെൻ അടുത്ത അപ്പോൾ ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ മോളിക്യൂൾ ഡയാമാഗ്നറ്റിക് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? അല്ല, അപ്പൊ സിഗ്മ സ്റ്റാർ 2sല് ഒന്നുമില്ലാലോ, അന്നപ്പോഴും ഇത് ഡയമാഗ്നറ്റിക് ആവുക? ഒന്നുമില്ലാത്തതെണ്ണുണ്ടല്ലോ. അൺപെയർഡ് ഒരു ഇലക്ട്രോൺ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി വെച്ചാൽ മതി. ഇവിടെ ഫില്ല് ചെയ്ത് ഇവിടെ ഫില്ല് ചെയ്യാണ്ട് നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ അത് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. അങ്ങനെ ഏതെങ്കിലും വരുമോ? രണ്ടും കൂടി വരുമ്പോൾ മാത്രമല്ലേ ആഡ് ചെയ്യാൻ പറ്റൂ? അല്ല, ഞാൻ അടുത്ത് ഈ ഒരു കേസിൽ സിഗ്മ 1s സിഗ്മ 2s ആ കേസിൽ അതിൻ്റെ ഇടയിൽ എന്ത് വരില്ല? ഈ പറയുന്ന പാരാമാഗ്നറ്റിക് വരില്ല. അവിടുന്ന് മുകളിലേക്ക് പി ഓർബിറ്റിൽ വരുമ്പോഴാണ് പാരാമാഗ്നറ്റിക് ക്യാരക്ടർ വരിക. ഓക്കെ, ഇനിയിപ്പോൾ എടുക്കുന്ന ഒരു മോളിക്യൂൾ Li2+ ആണെന്ന് വിചാരിക്കാം. ഏത് മോളിക്യൂളാണ്? Li2+. പ്ലസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകൂലേ? അപ്പം അതിൽ 5 ഇലക്ട്രോൺ ആയി പോകൂലേ? അത് ഏതെങ്കിലും ഒരു ലിഥിയത്തിൻ്റെ 2s എന്നാണ് ഒരു ഇലക്ട്രോൺ പോവുക. അപ്പം ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ വരൂലേ? ആ കേസിൽ ഇത് പാരാമാഗ്നറ്റിക് ആയിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് വണ് Be2 ആണ്. അപ്പോൾ അതിൻ്റെത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും, പറയേണ്ട ആവശ്യമില്ലല്ലോ. 8 ഇലക്ട്രോൺ ആകുമ്പോൾ സിഗ്മ 2s2ലും കൂടെ 2 ഇലക്ട്രോൺ വരും. അപ്പോൾ ടോട്ടൽ ബോണ്ടിങ്ങിലും ആൻറ്റി ബോണ്ടിങ്ങിലും ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 0 ആയിപ്പോവും. 0 ആണെങ്കിൽ അൺസ്റ്റേബിൾ ആണ്, എക്സിസ്റ്റ് ചെയ്യൂല. അതുകൊണ്ട് He2Be2 എന്ന് പറയുന്ന മോളിക്യൂൾ എന്തുണ്ടാവില്ല, നമ്മൾ എവിടെയും കാണാൻ പറ്റില്ല, അത് എക്സിസ്റ്റ് ചെയ്യൂല. ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇയാൾ എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക്. വെരി ഗുഡ്, ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഇത് കിട്ടിയിട്ടുണ്ടോ? ക്ലിയർ ആയോ? പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കാണിക്കാൻ പറ്റും. അടുത്ത് പാരാമാഗ്നറ്റിക് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ആണ് B2 മോളിക്യൂൾ. B2ൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? സഹല, ഒരു ബോറോണിന് 5 ഉണ്ടാവും. അപ്പോൾ മൊത്തമായിട്ട് 10 ഇലക്ട്രോൺ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എനിക്ക് ഈ രീതിയിൽ എഴുതി കൂടെ? സിഗ്മ സ്റ്റാർ 1s സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 പൈ 2p എക്സ്, ഇവിടെ എക്സ് ആക്കണം കേട്ടോ. പൈ 2p എക്സ് ഈക്വൽ ടു പൈ 2py ദാറ്റ്സ് ഈക്വൽ ടു ഓരോ ഇലക്ട്രോൺ. അപ്പോഴല്ലേ 10 എണ്ണാവുള്ളൂ. എനിക്ക് ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റുള്ളൂ, ആണോ? ഇങ്ങനെയല്ലേ എഴുതുക? ഡൗട്ട് ഉണ്ടോ? ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ 14 ഇലക്ട്രോൺ വരെ ഈ ഒരു ഓർഡറിലല്ലേ പഠിച്ചത്. സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s പൈ 2px ഈക്വൽ ടു പൈ 2py ദെൻ സിഗ്മ 2pz പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py
ദെൻ സിഗ്മ സ്റ്റാർ 2pz. അപ്പം ഈ ഒരു ഓർഡറിൽ എന്ത് ചെയ്യുക, ഇലക്ട്രോണിനെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോവുക. ഇതിന് രണ്ടിനും ഈക്വൽ എനർജി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇലക്ട്രോൺ ഇതിൽ ഫില്ല് ചെയ്യുക, അടുത്തത് ഇതിൽ ഫില്ല് ചെയ്യുക, ദെൻ അതിന് ശേഷം ഇതിൽ ഫില്ല് ചെയ്യുക, പിന്നെ ഇതിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ ആ ഒരു ഓർഡറിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുകയാണ്. സിഗ്മ 1s 2 ഇലക്ട്രോൺ കൊടുത്ത് ബാക്കി 8 ഇലക്ട്രോൺ ഉണ്ട്. അടുത്ത 2 ഇലക്ട്രോൺ സിഗ്മ സ്റ്റാർ 1s കൊടുത്ത് ബാക്കി 6 ഇലക്ട്രോൺ ഉണ്ട്. ദെൻ അടുത്ത 2 സിഗ്മ 2s, അടുത്ത 2 സിഗ്മ സ്റ്റാർ 2s. അപ്പം 8 ഇവിടെ കഴിഞ്ഞ് പോയി. 8 കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കൂടെ നമുക്ക് നേരെ സിഗ്മ 2pz കൊടുക്കാൻ പറ്റൂല. അതിന് മുന്നേ എനർജി കുറഞ്ഞിട്ടുള്ള പൈ 2pxും പൈ 2pyയും ഉണ്ട്. അവർ രണ്ടുപേർക്കും ഈക്വൽ എനർജിയാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഓരോ ഇലക്ട്രോൺ വീതം നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. മനസ്സിലായോ? സാർ ഇതിനകത്ത് ചെയ്യോ? ഇതിലോ? ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോൺ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ സ്റ്റാർ ഇല്ലാത്തതിൽ ബോണ്ടിങ്ങിൽ 2, 4, 6 ഇലക്ട്രോൺ ഉണ്ടാവും. ആൻറ്റി ബോണ്ടിങ്ങിൽ 2, 4 ഇലക്ട്രോണും ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ടോട്ടൽ അതിൻ്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. ബോണ്ട് ഓർഡർ 1 ആണ്. ദെൻ ഈ മോളിക്യൂൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഇവിടെ 2 സൈഡിൽ പൈ 2pxലും പൈ 2pyലും അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ആ മോളിക്യൂൾ എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രത്തിൽ എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളെടുത്തുള്ളത് ബോറോൺ ആണ്. ബോറോണിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p1 ആണ്. അപ്പം ആദ്യം 2 ബോറോണിൻ്റെയും 1s ഫില്ല് ചെയ്തു. അപ്പോൾ ഇതുവരെ വന്ന പോലെ തന്നെ 1sൽ പ്രശ്നമൊന്നുമില്ല. ദെൻ 2sൽ ഫില്ല് ചെയ്തു, അവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ടോട്ടലായിട്ട് എത്ര ഇലക്ട്രോൺ കഴിഞ്ഞു, ഒരു ബോറോണിലുള്ള 4 ഇലക്ട്രോൺ കഴിഞ്ഞു. ക്ലിയർ ആണോ? അത്രയും കാര്യങ്ങൾ നമ്മൾ ബെറിലിയത്തിൻ്റെ കേസ് പറയുന്നത് വരെയുള്ള സെയിം കാര്യങ്ങളാണ്. അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, ദെൻ അടുത്തത് ഓരോ ബോറോണിലും പിയിൽ ഓരോ ഇലക്ട്രോൺ വീതം കൂടെ ഉണ്ടാവും. കാരണം 2p1 അല്ലേ, 1s2 2s2 2p1 എന്ന് പറയുന്നതല്ലേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ 5 ഇലക്ട്രോണായി, ഇവിടെ 5 ഇലക്ട്രോണായി, മൊത്തമായിട്ട് 10 ഇലക്ട്രോണായി. അപ്പം ഈ 2pയിലെ 2 ഇലക്ട്രോണുകൾ രണ്ടും കൂടെ ഇതിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഓരോന്ന് മാത്രമേ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഈക്വൽ എനർജിയാണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഞാൻ ഇലക്ട്രോൺ ഫില്ല് ചെയ്തത് നോക്കൂ. സിഗ്മ 1sൽ 2 ഇലക്ട്രോൺ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സിഗ്മ സ്റ്റാർ 1sൽ 2 ഇലക്ട്രോൺ, അത് ഇവിടെ കാണിച്ചു. സിഗ്മ 2sൽ 2 ഇലക്ട്രോൺ, അത് ഇവിടെ കാണിച്ചു. സിഗ്മ സ്റ്റാർ 2sൽ 2 ഇലക്ട്രോൺ, അതും ഇവിടെ കാണിച്ചു. ദെൻ പൈ 2pxലും പൈ 2pyലും ഓരോ ഇലക്ട്രോൺസ് കണ്ടില്ലേ? അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ B2 മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ അവിടെ കളർ മാറ്റിയിട്ട് എഴുതി വെക്കുക. B2 എന്ന് പറയുന്നത് എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. അത് പാരാമാഗ്നറ്റിക് ആവാൻ കാരണം അതിൻ്റെ പൈ 2pxലും പൈ 2pyലും ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ആ ഒരു മോളിക്യൂളിൽ അതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രത്തിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് B2 മോളിക്യൂൾ എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആയത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു B2 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എങ്ങനെ ഒന്നുകൂടി പറയാം പോയിന്റ്. ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഈ ഒരു മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആണ്. പൈ 2pxലും പൈ 2pyലും അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അത് പെയർഡ് അല്ല. അതുകൊണ്ട് തന്നെ B2 മോളിക്യൂൾ എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആണ്. ഈ ഒരു പോയിന്റാണ് ഞാനിപ്പം പറഞ്ഞത്. മോളിക്യൂൾ കണ്ടെയ്ൻ 2 അൺപെയർഡ് ഇലക്ട്രോൺസ്, സോ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ഓക്കെ സാർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ C2 മോളിക്യൂൾ ആയിരുന്നു തന്നത്. C2ൽ 12 ഇലക്ട്രോൺസ് വരും. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിലെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 2 ആണ് വരിക. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 2 4 6 8 നോൺ ബോണ്ടിങ്ങിൽ 8 എണ്ണം, ബോണ്ടിങ്ങിൽ 4 എണ്ണം. അപ്പോൾ അതിൻ്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. ഓക്കെ, അതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നുമില്ല, എല്ലാം പെയർ ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ട് ഈ മോളിക്യൂൾ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആണ്. സോ നമ്മൾ നേരത്തെ ബോറോണിൻ്റെത് ചെയ്ത പോലെ ഉണ്ടാവും. ബോറോണിൻ്റെ കേസിൽ ഇവിടെ ഓരോ ഇലക്ട്രോൺ വീതമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിലെത്തുമ്പോൾ 2 എണ്ണം വീതം വരും. കാരണം ഒരു കാർബണിൽ 6 ഇലക്ട്രോൺ ഉണ്ടാവും.
അപ്പം ഇത് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് എത്ര എണ്ണം കൊള്ളും? 4 എണ്ണം കൊള്ളും. അപ്പോൾ എല്ലാം എന്തായിട്ട് കിടക്കും? പെയറായിട്ട് കിടക്കും. അപ്പോൾ ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇതെന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. ദെൻ ഇതിലുള്ള ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത പോലെ അല്ലേ ഈ ഒരു ഓർഡർ എഴുതി നോക്കൂ. സിഗ്മ 1s 2 സിഗ്മ സ്റ്റാർ 1s 2 സിഗ്മ 2s 2 സിഗ്മ സ്റ്റാർ 2s 2 പൈ 2px ഈക്വൽ ടു പൈ 2py. രണ്ടിലും എന്താണ്? 2 വീതമാണുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് ഓർഡർ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ബോണ്ട് ഓർഡർ കിട്ടാൻ എളുപ്പമാണ്. പണ്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇതിലുള്ള ബോണ്ടിങ് ആൻറ്റി ബോണ്ടിങ് കാര്യങ്ങൾ നൈട്രജൻ വരെയുള്ള ഓർഡർ ഈ ഒരു ഓർഡറാണ്. നൈട്രജൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിഗ്മ 2pz എന്ന് പറയുന്നത് താഴോട്ട് വരും. അത് നമ്മളിനി അടുത്ത കേസിൽ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ഒരു കാര്യം എന്ത് ചെയ്യുക? ജസ്റ്റ് നിർബന്ധമായിട്ടും ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ അടുത്തത് നമ്മൾ നൈട്രജൻ്റെ കേസായിരുന്നു. അത് നമ്മൾ പറഞ്ഞു. നൈട്രജൻ കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. നമ്മൾ ഓക്സിജൻ്റെതാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ്റേത് മുതൽ അതായത് 14 കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഓർഡറാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡർ നോക്കാം. അപ്പം ഈ ഒരു കേസിൽ ഓക്സിജൻ്റെ കേസിൽ ഓക്സിജൻ മോളിക്യൂൾ 2 ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. ഒരു ഓക്സിജൻ ആറ്റത്തിൽ 8 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ഒരു ഓക്സിജൻ മോളിക്യൂളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 16 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരക്കാം. 1s ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞില്ലേ? എങ്ങനെ? മറ്റേ സ്ലൈഡ് ഒന്നുകൂടെ വെക്കൂ. ഇതാണോ? ഓക്കെ മതി. അപ്പം 1s ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. റെഡി അല്ലേ? ഇനി നമുക്ക് 2s ആണ് ഫില്ല് ചെയ്യാനുള്ളത്. 2sഉം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതുവരെ രണ്ടിലെയും ഓർഡർ സെയിം ആണ്. ദെൻ ഓക്സിജൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ഇവിടെ 2pയിൽ 4 ഇലക്ട്രോൺ ഉണ്ടാവും. അതേപോലെ മറ്റേ ഓക്സിജൻ്റെ 2pയിൽ 4 ഇലക്ട്രോൺ ഉണ്ടാവും. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p4 എന്ന് പറയുന്നതാണ്. ക്ലിയർ ആണോ? ഇനി ഞാൻ ഇതിലുള്ള ഇലക്ട്രോൺ ഫില്ല് ചെയ്യാണ്. ഈ ഒരു മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രത്തിൽ മോളിക്കുലാർ ഓർബിറ്റലിലാണ് ഞാൻ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ടോട്ടൽ 16 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രത്തിൽ ഒരു എനർജി ഡിഫറൻസ് വന്നത് ഇവിടെ കാണാം നമുക്ക്. ഇവിടെ സിഗ്മ 2pzനാണ് പൈ 2pxനെക്കാട്ടും പൈ 2pyനെക്കാട്ടും എനർജി കുറവുള്ളത്. അപ്പോൾ അതിൽ ആദ്യ ഇലക്ട്രോൺ എന്ന് അറിയാം എവിടെയാണ്? സിഗ്മ 2pzലാണ്. അപ്പോൾ അവിടെ 2 ഇലക്ട്രോൺ അറിഞ്ഞു. ബാക്കി എത്ര എണ്ണം ഉണ്ട് അവിടെ? 6 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ 4ഉം 4ഉം മൊത്തമായിട്ട് 8 ഇലക്ട്രോൺ ഉണ്ട്. അതിൽ 2 എണ്ണം ഞാൻ ഫില്ല് ചെയ്തു. ബാക്കി 6 എണ്ണം ഉണ്ട്. അപ്പോൾ 6 എണ്ണത്തിൽ 4 എണ്ണം എന്ത് ചെയ്യും? ഇതിൽ ഈക്വലായിട്ട് പൈ 2pxലും പൈ 2pyലും എന്ത് ചെയ്യും? ഫില്ല് ചെയ്യും. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? ബാക്കി എത്ര എണ്ണം ഉണ്ട് മക്കളെ? 4 എണ്ണാണോ? ഇവിടെ മൊത്തമായിട്ട് എത്ര എണ്ണം ഉള്ളത്? 2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോൺ ആണ് ബാക്കി വരിക. ഇവിടെ മൊത്തമായിട്ട് 8 എണ്ണമാണ് ഉള്ളത്. അതിൽ 6 എണ്ണം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. ഇതിന് ഈക്വൽ എനർജി ആകുന്ന സമയത്ത് ഇതിൽ ഒന്നിൽ മാത്രമേ 2 എണ്ണം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓരോന്നിലും എന്ത് ചെയ്യണം? ഓരോ ഇലക്ട്രോൺ വീതം കൊടുക്കണം. ക്ലിയർ ആണോ? അപ്പം ഈ ഒരു രീതിയിലാണ് ഓക്സിജൻ്റെ MOT മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം നമ്മൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. മനസ്സിലായോ? സാർ യെസ് സർ 2pന്റെ ഒന്നുകൂടി പറയോ? ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കൂ. 1s2 2s2 2p4 അല്ലേ? അത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. അതേപോലെ മറ്റൊരു ഓക്സിജൻ ആറ്റത്തിൻ്റെതാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ 2 ഓക്സിജൻ ആറ്റം കമ്പൈൻ ചെയ്തിട്ടല്ലേ ഓക്സിജൻ മോളിക്യൂൾ ഫോം ചെയ്യണത്. അപ്പം 1s അറ്റോമിക് ഓർബിറ്റൽസ് സെയിം എനർജി കമ്പയറബിൾ എനർജി ഉള്ള അറ്റോമിക് ഓർബിറ്റൽസ് അല്ലേ കമ്പൈൻ ചെയ്യുക, എന്നിട്ടല്ലേ മോളിക്കുലാർ ഓർബിറ്റലായിട്ട് മാറുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി 1s ഒരിക്കലും 2s എന്ത് ചെയ്യൂല, കമ്പൈൻ ചെയ്യൂല. അതുകൊണ്ട് തന്നെ അവിടെ മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യില്ല. അപ്പോൾ 1s 1s കമ്പൈൻ ചെയ്ത് 2
മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്തു, ബോണ്ടിങ്ങും ആൻറ്റി ബോണ്ടിങ്ങും അതവിടെ കഴിഞ്ഞു. ദെൻ 2s എടുത്തു, 2s എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തു, അവിടെയും 2 മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്തു, ബോണ്ടിങ്ങും ആൻറ്റി ബോണ്ടിങ്ങും. അപ്പോൾ ഇതുവരെയുള്ള കാര്യം നമ്മൾ ബെറിലിയം പറഞ്ഞ പോലെയാണ്. പിന്നെ ഇതിലേക്ക് 1 ഇലക്ട്രോൺ വരികയാണെങ്കിൽ ബോറോൺ, 2 വരികയാണെങ്കിൽ കാർബൺ, 3 വരികയാണെങ്കിൽ നൈട്രജൻ. ഒന്നും കൂടി വരുന്ന സമയത്ത് അതെന്തായിട്ട് മാറും, ഓക്സിജൻ ആവും. അപ്പോൾ ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2p4 എന്ന് വരും. അത് മനസ്സിലായോ? ഇനി ഈ ഒരു 2p4 ഉള്ള 2 അറ്റോമിക് ഓർബിറ്റൽ ഉണ്ട്. 2 2p4 വരിക എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് അവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8. മൊത്തമായിട്ട് 8 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? അപ്പം ഇവിടെ 2pയിൽ 3 അറ്റോമിക് ഓർബിറ്റൽ ഉണ്ട്, ഈ ഒരു 2pയിൽ 3 അറ്റോമിക് ഓർബിറ്റൽ ഉണ്ട്. അപ്പോൾ മൊത്തമായിട്ട് അവിടെ ഈ അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്തിട്ട് എത്ര മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യും? 6 മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യൂലേ? ചെയ്യൂലേ? അതായത് ഇവിടെ 2s 2 അറ്റോമിക് ഓർബിറ്റലാണ്, അത് കമ്പൈൻ ചെയ്തിട്ട് 2 മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്തു. ഇവിടെ 1 2 3 4 5 6 അറ്റോമിക് ഓർബിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് 6 മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഈ കാണിച്ചിട്ടുള്ളത് 3 3 6. അതിൽ 3 എനർജി കുറവായിരിക്കും, 3 എനർജി കൂടുതലായിരിക്കും. എനർജി കുറവുള്ള ആളെ നമ്മൾ BMO എന്ന് വിളിക്കും, എനർജി കൂടുതലുള്ള ആളെ നമ്മൾ ABMO എന്ന് വിളിക്കും. ഇനി ഈ 6 മോളിക്കുലാർ ഓർബിറ്റലിൽ നമുക്ക് എത്ര ഇലക്ട്രോൺ നിറയ്ക്കണം? 8 ഇലക്ട്രോൺ നിറയ്ക്കണം, വേണ്ടേ? ഓരോ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺ വീതമാണ് കൊള്ളുക. അപ്പം ആദ്യം 2 ഇലക്ട്രോൺ സിഗ്മ 2pz നിറച്ചു, 8ൽ 2 പോയി, ബാക്കി 6 ഉണ്ട്. ആ 6 ഈക്വലായിട്ട് 4 അവിടെ പോകും, π2pxലും π2pyലും കൂടെ പോകും. അതായത് π2pxൽ 2 π2pyൽ 2. അങ്ങനെ മൊത്തമായിട്ട് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ 6 അവിടെ പോയി. മനസ്സിലായോ? പിന്നെ ബാക്കി നമ്മളെടുത്ത് 2 ഇലക്ട്രോൺ മാത്രമല്ലേ ഉള്ളൂ. അത് രണ്ടും നമുക്ക് 2pxൽ മാത്രം കൊടുക്കാൻ പറ്റൂല, കാരണം ഇതിന് രണ്ടിനും ഈക്വൽ എനർജിയാണ്. നമ്മൾ ബോറോണിൽ കൊടുത്ത പോലെ ഓരോ ഇലക്ട്രോൺ വീതം ഇതിൻ്റെ ആൻറ്റി ബോണ്ടിങ് ആയിട്ടുള്ള π2pxലും π2pyലും കൊടുക്കും. മനസ്സിലായോ? ഇതില് π2pxന്റെയും 2pyനേക്കാളും എനർജി കുറവ് വരുന്നത് സിഗ്മ 2pzനാണോ? കാരണം ഇത് 14 ഇലക്ട്രോണിലും കൂടുതൽ വരുന്നില്ലേ. നമ്മൾ 2 ഓർഡർ എഴുതിയിട്ടില്ലേ, ഒന്ന് നോക്കി നോക്കൂ. അതിൽ 14 ഇലക്ട്രോണിന് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനല്ലേ എനർജി കുറവായിട്ട് വരുന്നത്, അങ്ങനെയല്ലേ നമ്മൾ എഴുതിയത്. അപ്പം ABMOല് വരുമ്പോ 2pxന്റെ ആദ്യം, പിന്നെ 2py, അത് 2 ഈക്വല്, പിന്നെ സിഗ്മ വരുന്നത് 2pz. അപ്പം ഇത് കാണാനൊരു എന്താ പറയുക, 1 1 1 1 1 2 2 1 ഒരു പിരമിഡ് മാതിരി ഉണ്ടാവും 14ൻ്റെ മുകളിൽ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇത് നേരെ മുകളിലേക്ക് എഴുതാം, അത് നേരെ സ്റ്റാർ ഇട്ടിട്ട് തല തിരിച്ചിട്ട് എഴുതാം. അതാണ് 16ൻ്റെ മുകളിലേക്കുള്ളത്. മറ്റേ കേസിൽ π2px π2py സിഗ്മ 2pz, π*2px π*2py സിഗ്മ *2pz, ആ ഒരു വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടുക? ഇതിൻ്റെ ബോണ്ട് ഓർഡർ നമുക്ക് എത്രയാണ് കിട്ടുക? ഇതിലെ NB എന്ന് പറയുന്നത് എത്രയാണ്? NB എന്ന് പറയുന്നത് എത്രയാ? NB എന്ന് പറഞ്ഞാൽ എന്താ? NB എന്ന് പറയുന്നത് എന്താന്ന് പറയോ? ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ വരുന്നത്? വേഗം വേഗം പറയൂ. 1s2 എന്ന് പറയരുത്, സിഗ്മ കൂട്ടിയിട്ട്, സിഗ്മയും പൈയും കൂട്ടിയിട്ട് പറയണം കേട്ടോ. മോളിക്കുലാർ ഓർബിറ്റൽ ആകുമ്പോൾ സിഗ്മ 1s, പിന്നെ സിഗ്മ 2s, പിന്നെ അപ്പോൾ മൊത്തമായിട്ട് 5 പറഞ്ഞില്ലേ?
അഞ്ചെണ്ണത്തിൽ രണ്ട് ഇലക്ട്രോൺ വീതം വരുമ്പോൾ മൊത്തമായിട്ട് എത്ര ഇലക്ട്രോൺ ആയി? 10 ഇലക്ട്രോൺ ആയി. ഇനി ആന്റി ബോണ്ടിങ്ങിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഏതൊക്കെയാ ആന്റി ബോണ്ടിങ് വരിക? സിഗ്മ സ്റ്റാർ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ സ്റ്റാർ 2s, പിന്നെ ഈ പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py. മൊത്തമായിട്ട് എത്ര ഇലക്ട്രോൺ ആയി? 2 2 4 2 6 ഇലക്ട്രോൺ ആയി. മനസ്സിലായോ? NA-NB എടുക്കണ എങ്ങനെയാന്ന്? അപ്പോൾ മോൾ ഓർഡർ 2 ആണ്. ഇതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താ വരിക? ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ? ഏതാണ്? പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ നമുക്ക് പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഡയാറ്റോമിക് മോളിക്യൂൾ ആയിട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് B2 അതേപോലെ O2 ഇവർ രണ്ടുപേരും മാത്രമേ പാരാമാഗ്നറ്റിക് ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ. അവിടെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. B2വും O2വും ആണ് ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിട്ട്, ടോട്ടലായിട്ട് ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിട്ട് പാരാമാഗ്നറ്റിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. സർ എപ്പോഴും വരക്കുമ്പോൾ എനർജി ലെവലിന്റെ കാണിക്കണോ ഇൻക്രീസിങ്? ഇതോ? അതന്നെ ഈ ഒരു ആക്സിസിൽ എനർജി കാണിക്കണമെന്നോ? എനർജി കാണിക്കണം. കാണിക്കണോ വരക്കുമ്പോ? വരക്കുമ്പോൾ ഈ ഒരു ആക്സിസ് വരക്കണം, എനർജിന്റെ ആക്സിസ് വരക്കണം. ഓക്കെ. അപ്പം B2 അതേപോലെ O2 ആണ് ഇത് കാണിക്കുക, പാരാമാഗ്നറ്റിസം കാണിക്കുക. എപ്പോൾ? ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള കേസിൽ B2വും O2വും 10ഉം 16ഉം ഇലക്ട്രോൺ വരുന്ന കേസ് മാത്രമാണ് പാരാമാഗ്നറ്റിസം കാണിക്കുക. ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന എല്ലാ കേസും പാരാമാഗ്നറ്റിസം തന്നെയാണ്. അതായത് 1 3 5 7 9 11 13 15 17 19 ഇത്രയും ഇലക്ട്രോൺസ് വരുന്നത് കേസിൽ, അതായത് കാറ്റയോൺ ആയിട്ടോ ആനയോൺ ആയിട്ടോ ഒക്കെ നിൽക്കുന്ന സമയത്ത് അതെന്ത് കാണിക്കും? പാരാമാഗ്നറ്റിസം കാണിക്കും. അതായത് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള കേസിലും ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ കേസിൽ 10 ഇലക്ട്രോണും 16 ഇലക്ട്രോണും വരുന്ന കേസിലും മോളിക്യൂള് പാരാമാഗ്നറ്റിസം കാണിക്കും. ബാക്കി എല്ലാ ഈവൻ നമ്പറും അപ് ടു 20 2 4 6 8 12 14 18 20 ഈ ഇലക്ട്രോൺസ് ഒക്കെ വരുന്ന കേസിലൊക്കെ മോളിക്യൂൾ ഡയാമാഗ്നറ്റിസം ആണ് കാണിക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ക്ലിയർ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പാരാമാഗ്നറ്റിക് ആണ്, അത് നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എനിക്ക് ഈ ഒരു രീതിയിൽ എഴുതാം. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 സിഗ്മ 2pz2 പൈ 2px2 പൈ 2py2 പൈ സ്റ്റാർ 2px1 പൈ സ്റ്റാർ 2py1. മനസ്സിലായോ? ഇനി നമ്മൾ സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കും. ഈ സ്ലൈഡാ? ഇനി നിങ്ങൾക്ക് മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് പറയും, അല്ലെങ്കിൽ ബോണ്ട് ഓർഡറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ. അപ്പം ഇവിടെ നൈട്രജൻ്റെ അയോൺസുകളെ കാണിച്ചിട്ടില്ലേ? ഏതൊക്കെ അയോണാണ് കാണുന്നത്? N2 ഉണ്ട്, N2 പ്ലസ് ഉണ്ട്, N2 മൈനസ് ഉണ്ട്, N2 2 മൈനസ് ഉണ്ട്. ഓക്കെ. അപ്പം ഇതിൻ്റെ ബോണ്ട് ഓർഡറിൻ്റെ ഡിക്രീസിങ് ഓർഡറിലാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? എഴുതിയിട്ട് ഉള്ളത്. അപ്പം നൈട്രജൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ N2ൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? വേഗം വേഗം പറയണേ. N2ൽ മൊത്തമായിട്ട് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 14. N2ന്റെ ബോണ്ട് ഓർഡർ എത്രയാ? 3 ആണ് വരിക. ഓക്കെ. അപ്പോൾ N2ന്റെ കേസിൽ ബോണ്ട് ഓർഡർ നമുക്ക് 3 എന്ന് കിട്ടി. ദെൻ N2 എന്നൊരു ഇലക്ട്രോൺ പോയി. അപ്പോൾ അതിൽ എത്ര ഇലക്ട്രോൺ ആയിട്ട് മാറും? 13 മാറും.
13 ഇലക്ട്രോൺ ആയിട്ട് മാറുന്ന കേസിൽ അതിൻ്റെ ബോണ്ട് ഓർഡർ 2.5 ആയിട്ട് മാറും. കാരണം 14 ഇലക്ട്രോൺ ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3 ആണ്. നമുക്കറിയാം 12 ഇലക്ട്രോൺ കാർബണിൻ്റെ കേസിൽ ബോണ്ട് ഓർഡർ 2 ആണ്. അപ്പോൾ 13 ഇലക്ട്രോൺ എന്ന് പറയുന്ന കേസിൽ നമ്മൾ അതിൻ്റെ ആവറേജ് എടുത്താൽ മതി. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 + 3/2 5/2 = 2.5 എന്ന് വരും. അപ്പോൾ N2 പ്ലസിൻ്റെ ബോണ്ട് ഓർഡർ 2.5 ആണ്. ദെൻ N2 മൈനസിൻ്റെ എത്രയാണ് വരിക? 3.5. N2 എന്ന് പറയുന്നതിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 14 ആണ്. 14 വരുന്ന കേസിൽ ബോണ്ട് ഓർഡർ 3 ആണ്. 14 കഴിഞ്ഞ് 2 ഇലക്ട്രോൺ കൂടിയാൽ 16 ഇലക്ട്രോൺ ആണ് വരിക. അത് ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്സിജൻ്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 2. അപ്പം 14ൻ്റെയും 16ൻ്റെയും അടുക്കല്ലേ 15 വരുന്നത്? അപ്പം 15 ഇലക്ട്രോൺ വരുന്ന കേസിൽ അതിൻ്റെ ബോണ്ട് ഓർഡർ എത്രയാണ് ഉണ്ടാവുക? 2.5 വരും. ഓക്കെ. ദെൻ N2 2- എന്ന് പറയുന്ന സമയത്ത് 2 ഇലക്ട്രോൺ വരും. ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആവും. 2 ആണ് അതിൻ്റെ ബോണ്ട് ഓർഡർ വരിക. അപ്പം നമുക്ക് 3 2.5 2.5 2 എന്ന് കിട്ടി. അപ്പോൾ ഇതിന് രണ്ടിനും 2.5 ആണ്. പക്ഷേ ഞാൻ ഇവിടെ N2 പ്ലസ് ആണ് N2 മൈനസിനെക്കാട്ടും കൂടുതൽ സ്റ്റേബിൾ ആക്കിയിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇലക്ട്രോൺ പോയതാണ് പോസിറ്റീവ് അയോൺ ആയതുകൊണ്ടാണ്. അത് ന്യൂക്ലിയസ് ഇലക്ട്രോണിനെ മോർ അട്രാക്ഷൻ ഉണ്ടാവും. ന്യൂക്ലിയസ് ഇലക്ട്രോണിനെ നല്ലപോലെ അട്രാക്റ്റ് ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ അതിൻ്റെ ബോണ്ട് ഓർഡർ 2.5 ആണെങ്കിലും സ്റ്റെബിലിറ്റി കൂടുതൽ N2 പ്ലസിനാണ് ഉണ്ടാവുക. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം ഇതാണ് ഇതിൻ്റെ ഓർഡർ വരാൻ കാരണം. അതിൻ്റെ കാരണം അതിൻ്റെ ബോണ്ട് ഓർഡർ ആണ്. ഓക്കെ. ദെൻ അടുത്ത് നമ്മൾ ഇങ്ങനെ പോസിറ്റീവ് സൈൻ വരുന്നത് മോർ സ്റ്റേബിൾ ആണെന്നുള്ള എങ്ങനെ നേരത്തെ പറഞ്ഞത് തന്നെയല്ലേ ബോണ്ട് ഓർഡർ പോസിറ്റീവ് വരുന്ന സമയത്ത്? ഇതെല്ലാ കേസിലും ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണ് വരിക. ബോണ്ട് ഓർഡർ നെഗറ്റീവ് ആവുന്നില്ലല്ലോ. 3 2.5 2.5 2 അല്ലേ? ദെൻ ഈ ഒരു കേസ് ഓക്സിജൻ മോളിക്യൂൾ പോസിറ്റീവ് ആണെങ്കിൽ എനർജി കൂടുതലായിരിക്കും. അല്ലാണ്ട് ഇതില്ലേ പോസിറ്റീവ് ആണെങ്കിൽ എനർജി കൂടുതലായിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ കൂടുതലായിരിക്കും. എനിക്കറിയില്ലേ. ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണ്. എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത്. ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണ്. ഒന്നുമില്ല സാർ. കൂടുതൽ ഇത് കൊടുത്തില്ലേ? N2 പ്ലസിന് കൂടുതൽ കൊടുത്തില്ലേന്നോ? അതിൻ്റെ കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും ബോണ്ട് ഓർഡർ സെയിം ആണ്. 2.5 ആണ്. ആ ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയിട്ടാണ് നമ്മൾ അവിടെ സ്റ്റെബിലിറ്റി പറഞ്ഞത്. ഇവിടെ ഞാൻ ഇതിൻ്റെ ന്യൂക്ലിയർ അട്രാക്ഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും നോക്കിയിട്ട് ഈ ഒരു സൈന് നോക്കിയിട്ട് നമുക്ക് സ്റ്റെബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഇത് ബോണ്ട് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും അല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ബോണ്ട് ഓർഡർ 2.5 തന്നെയാണ്. അതിൻ്റെ സൈനിന് വ്യത്യാസമൊന്നുമില്ല. ക്ലിയർ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? ഓക്കെ. അടുത്തത് ഓക്സിജൻ മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി ആണ്. അപ്പം ഈ ഒരു ഓർഡറിലാണ് ഓക്സിജൻ മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി വരിക. ഇത് ബോണ്ട് ഓർഡർ നോക്കിയാൽ O2 എന്ന് പറയുന്നത് 16 ഇലക്ട്രോൺ ആണ്. അതിൻ്റേത് ബോണ്ട് ഓർഡർ 2 ആണ്. O2 പ്ലസ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി 15 ഇലക്ട്രോൺ ആയി. അപ്പോൾ നമ്മളിവിടെ കണ്ട സെയിം കേസ് വരും. അപ്പോൾ ഇതിൽ എത്രയാണ് വരിക? 2.5 ആണ് ബോണ്ട് ഓർഡർ വരിക. കാരണം 16 1 പോകുമ്പോൾ 15 ഇലക്ട്രോൺ ആയി. 15ൻ്റെ കേസിൽ ബോണ്ട് ഓർഡർ വരുന്നത് 2.5 ആണ്. O2 2 പ്ലസ് വരുമ്പം 2 ഇലക്ട്രോൺ പോയി ബോണ്ട് ഓർഡർ 3 എന്ന് കിട്ടും അല്ലേ? 14 ഇലക്ട്രോൺ ബോണ്ട് ഓർഡർ 3 എന്ന് കിട്ടും. ദെൻ O2 മൈനസ് ആണെങ്കിൽ 16ലേക്ക് ഒരു ഇലക്ട്രോൺ വരികയാണ്, 17 ഇലക്ട്രോൺ ആവും. ബോണ്ട് ഓർഡർ എത്ര വരും? 1.5 വരും.
ദെൻ O2 2- ആണെങ്കിലോ അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാകും? O2 2- ആണെങ്കിൽ 16ഉം 2ഉം 18 ഇലക്ട്രോൺ വരും. 18 ഇലക്ട്രോൺ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോണ്ട് ഓർഡർ എത്രയാ? അതിൻ്റെ ബോണ്ട് ഓർഡർ 1 ആണ് വരിക. പണ്ട് ഞാൻ പറഞ്ഞ ആ ബോണ്ട് ഓർഡർ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ആ ഒരു ടേബിൾ വരച്ച് അതിൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കട്ടോ. ഇതൊന്ന് രണ്ടാമതിന് കാണുന്ന സമയത്ത് അതൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. അപ്പം 3 2.5 2 1.5 1 എന്ന് കിട്ടി. അപ്പം ഈ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്യുക? ഇതിൻ്റെ ബോണ്ട് ഓർഡറിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ തന്നിട്ട് നിങ്ങളോട് ബോണ്ട് ഓർഡറിൻ്റെ ഇത്രയും മോളിക്യൂൾസ് തന്നിട്ട് ഇതിൻ്റെ ബോണ്ട് ഓർഡറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയും. അപ്പം 14 ഇലക്ട്രോണിൻ്റെ മുകളിലേക്കുള്ള MOTൻ്റെ അഥവാ MO എനർജി ലെവൽസ് എന്ത് ചെയ്യുക? എഴുതുക. σ1s2 σ*1s2 σ2s2 σ*2s എന്ന് പറഞ്ഞ് എല്ലാത്തിൻ്റെതും എഴുതുക. എന്നിട്ട് അതിൻ്റെ ബോണ്ട് ഓർഡർ എത്രയാണോ കിട്ടുന്നത് അത് എഴുതുക. എന്നിട്ട് ആ ബോണ്ട് ഓർഡറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുക. 4 മാർക്കിനാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം അത്രയും കാര്യങ്ങളാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ സ്ലൈഡാ? ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് 3 മോളിക്യൂൾ തന്നിട്ടുണ്ട്. H2+, H2, He2. എന്നിട്ട് നമ്മളോട് ഇതിൻ്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മളോട് ചോദിച്ചു H2+ലെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് H2-നേക്കാട്ടും കൂടുതലാണ്, എന്തുകൊണ്ട് എന്ന്. ഓക്കെ. H2 എന്ന് പറയുന്നതിൽ നമുക്കറിയാം ബോണ്ട് ഓർഡർ വരുന്നത് 1 ആണ്. അതിലാകെ 2 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അത് σ1s2ലാണ്. H2+ എന്ന് പറയുന്ന കേസിൽ ആ 1s2ൽ ഒരു ഇലക്ട്രോൺ പോകും, σ1s1 ആവും. അതിൻ്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 0.5 ആണ് വരിക. He2 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ബോണ്ട് ഓർഡർ 0 ആണ് വരുന്നത്. ഓക്കെ. അപ്പം അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയേണ്ടത് H2+ൻ്റെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് H2-നേക്കാട്ടും കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ദ ബോണ്ട് ലെങ്ത് ഇൻ H2+ ഈസ് ലാർജർ ദാൻ H2. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ H2+ൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പം 2 ന്യൂക്ലിയസുകൾ തമ്മിൽ, പോസിറ്റീവ് ചാർജുള്ള 2 ന്യൂക്ലിയസ് തമ്മിൽ ഒരു റിപ്പൽഷൻ ഉണ്ടാവും. അതിനാകെ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു ഇലക്ട്രോണിന് 2 ന്യൂക്ലിയസിനെ തമ്മിൽ ഷീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അവിടെ ഒരു ന്യൂക്ലിയർ മ്യൂച്വൽ റിപ്പൽഷൻ ഉണ്ടാവും. അങ്ങനെ റിപ്പൽഷൻ കൂടുന്ന സമയത്ത് അത് അകന്ന് നിൽക്കല്ലേ ചെയ്യുക? ആണോ? മനസ്സിലായില്ല. അതായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ? 2 ഹൈഡ്രജൻ ആറ്റത്തിൽ മൊത്തമായിട്ട് എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ. H2+ന്റെ കേസിൽ ഒരു ഇലക്ട്രോൺ പോയില്ലേ? അപ്പോൾ അവിടെ 2 ന്യൂക്ലിയസും ഒരു ഇലക്ട്രോണും അല്ലേ ഉള്ളൂ? അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുതലല്ലേ? പോസിറ്റീവ് ചാർജിന് എണ്ണം 2ഉം നെഗറ്റീവ് ചാർജ് 1 അല്ലേ ഉള്ളൂ? അതുകൊണ്ടല്ലേ ഒരു പോസിറ്റീവ് സൈൻ ഇതിമേൽ വരുന്നത്. അപ്പോൾ 2 പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തമ്മിൽ റിപ്പൽ ചെയ്യൂലേ? മനസ്സിലായില്ല? ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പം ഓരോ ആറ്റത്തിലും ന്യൂക്ലിയസ് ഉണ്ടാവും. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ ആകെ 2 ന്യൂക്ലിയസിനും കൂടി ഒരു ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ഇലക്ട്രോണിന് 2 ന്യൂക്ലിയസിന് രണ്ടിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോപ്പറായിട്ട് ഷീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, മറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഇടയിലുള്ള റിപ്പൽഷൻ കൂടും. റിപ്പൽഷൻ കൂടുന്ന സമയത്ത് അതിൻ്റെ ഇടയിലുള്ള ബോണ്ട് ലെങ്ത് കൂടും. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഉന്നത സ്ലൈഡ് കാണിക്കും. മുമ്പത്തെ സ്ലൈഡോ? ആൻസറിന്റെ ഫസ്റ്റ് ഭാഗം എന്താ? സ്ക്രീൻഷോട്ട് എടുത്തോ. ഓക്കെ സാർ.
സോ ആ ഒരു റിപ്പൽഷൻ കൊണ്ടാണ് H2+ മോർ ബോണ്ട് ലെങ്ത് ആരെ കമ്പയർ ചെയ്യുമ്പോൾ H2നെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ആൻസർ ഒന്നുകൂടെ കാണിക്കൂ സർ. കിട്ടിയോ? ദെൻ ഈ ഒരു കാര്യം നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തു. ഇതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ഈ കാര്യം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് ഓർഡറിൽ പാരാമാഗ്നറ്റിക് ഏതാണ്, ഡയമാഗ്നറ്റിക് ഏതാണെന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പം ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താണ്, അതുകൊണ്ട് ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എടുത്തോ? എടുത്തില്ലേ? ഓക്കെ, അപ്പം ഈ ഒരു ഓർഡറിലാണ് ബോണ്ട് ഓർഡർ ഉണ്ടാവുക. ബോണ്ട് ലെങ്ത് ബോണ്ട് ഓർഡറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബോണ്ട് ലെങ്ത് വരിക. ഓക്കെ, ഇതിലേതാ പാരാമാഗ്നറ്റിക്? ഓക്സിജൻ ആണ് പാരാമാഗ്നറ്റിക് എന്ന് പറയുന്നത്. നമുക്ക് ക്ലാസ് ഡിസ്കഷൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ MCQ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അവിടെ നല്ല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. ദെൻ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ട് ആണ്. ഹൈഡ്രജൻ ബോണ്ട് ഇത് ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇതും സോലിബിലിറ്റിയും കൂടിയാണുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ വീക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അത് മെയിനായിട്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ആറ്റങ്ങൾ തമ്മിലും അതൊരു സെയിം മോളിക്യൂളാവാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മോളിക്യൂളാവാം. അത്തരം ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. മൈക്ക് ഓഫ് ചെയ്യൂ. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? വീക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ഹൈഡ്രജൻ്റെയും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ അത്തരം ആളുകളുടെയും ഇടയിലുള്ള ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുക. ആ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് കോവാലൻ്റ് ബോണ്ടിനെക്കാട്ടും വീക്കറാണ്. ഓക്കെ, അതാണ് ജസ്റ്റ് എന്താണ് ഹൈഡ്രജൻ ബോണ്ട്, അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഇനി HF മോളിക്യൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ HF മോളിക്യൂളിൽ സർ ആ ഹൈഡ്രജൻ ബോണ്ട് ഒന്നുകൂടെ പറഞ്ഞുതരാമോ? മനസ്സിലായില്ല. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. എല്ലാ ബോണ്ടും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തന്നെയല്ലേ? അവിടെ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഒരാറ്റം ഹൈഡ്രജൻ ആയിരിക്കും, മറ്റൊരാറ്റം ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള നൈട്രജനോ, ഓക്സിജനോ, ഫ്ലൂറിനോ ആറ്റം ആയിരിക്കും. ആ ഒരു ഹൈഡ്രജൻ ബോണ്ട് വരുന്നത് ഒന്നെങ്കിൽ സെയിം മോളിക്യൂൾസിൻ്റെ ഇടയിലാവാം, അല്ലെങ്കിൽ ഡിഫറൻറ്റ് മോളിക്യൂൾസിൻ്റെ ഇടയിൽ ആവാം. ഇതൊരു വീക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. കോവാലൻ്റ് ബോണ്ട് പോലെ എന്തല്ല, ഷെയറിങ് വഴി ഫോം ചെയ്യുന്നതല്ല, ജസ്റ്റ് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രമാണ്, ഒരു ഇൻ്ററാക്ഷൻ മാത്രമാണ്. ആ ഇൻ്ററാക്ഷൻ ഉണ്ടാവുക പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഇതിലേതെങ്കിലും നൈട്രജനോ, ഓക്സിജനോ, ഫ്ലൂറിനോ ആറ്റങ്ങളുടെ ഇടയിലുമാണ് എന്ത് ചെയ്യുക, ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുക. ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് കോവാലൻ്റ് ബോണ്ടിനെക്കാട്ടും വീക്കർ ആയിരിക്കും, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ? ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആണ്. അതിന്റെ ഒരു ഫോർമുല തരൂ. അതിനൊരു എക്സാമ്പിളാണ് HF എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5 HF മോളിക്യൂൾ നിങ്ങൾ കാണുന്നില്ലേ? ഈ ഒരു HF, ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് കോവാലൻ്റ് ബോണ്ടാണ്. പക്ഷേ ഈ ഒരു ഇൻ്ററാക്ഷൻ കണ്ടോ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ്റെയും ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ്റെയും ഇടയിലുള്ള ഒരു വീക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയാം. ഇത് കോവാലൻ്റ് ബോണ്ടാണ്. ഈ ഡോട്ട് ഇട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ഹൈഡ്രജൻ ബോണ്ടാണ്. ഇതെന്ന് പറയുന്നത് കുറേ HF മോളിക്യൂൾസ് ഇല്ലേ,
അപ്പോൾ സെയിം കൈൻഡ് ഓഫ് മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ഒരു വീക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇവിടെ ഈ ഒരു HF മോളിക്യൂളും ഈ ഒരു HF മോളിക്യൂളും തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷൻ ഏത് വഴിയാണ് നടക്കുന്നത്? ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് നടക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? സാറേ ഒന്നുകൂടി പറയോ? ഈ ഒരു ബോണ്ട് കാണുന്നുണ്ടോ? H-ൻ്റെ F-ൻ്റെ ഇടയിൽ ബോൾഡ് ആയിട്ടുള്ള ബോണ്ട്. ഇത് കോവാലന്റ് ബോണ്ടാണ്. അതേപോലെ ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നതും കോവാലന്റ് ബോണ്ടാണ്. ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നതും കോവാലന്റ് ബോണ്ടാണ്. അപ്പോൾ ഈ HF എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ഇത് മറ്റൊരു HF മോളിക്യൂളാണ്, ഇത് മറ്റൊരു HF മോളിക്യൂളാണ്. അങ്ങനെ കുറേ HF മോളിക്യൂൾ ഈ ഒരു സൊല്യൂഷനിൽ ഉണ്ടാവും. അങ്ങനെ ഈ ഒരു HF മോളിക്യൂളും ഈ ഒരു HF മോളിക്യൂളും തമ്മിലുള്ളൊരു ഇൻ്ററാക്ഷൻ കണ്ടോ? ഇവിടെ ഡോട്ടഡ് ലൈനിട്ട് റെപ്രസെൻ്റ് ചെയ്ത് ആ ഇൻ്ററാക്ഷൻ ആര് തമ്മിലാണ്? ഇതിൻ്റെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഹൈഡ്രജനും ഇതിൻ്റെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഫ്ലോറിനും. ഇവിടെ ഫ്ലോറിൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്, ഹൈഡ്രജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. അപ്പം ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജനും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലോറിനോ ഓക്സിജനോ നൈട്രജനോ ആയിട്ടുള്ളൊരു വീക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് രണ്ട് ആറ്റങ്ങളുടെ ഇടയിലുള്ളൊരു ബ്രിഡ്ജാണ്. രണ്ട് കോവാലൻ്റ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ആറ്റങ്ങളുടെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഒരു കേസിൽ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡോട്ട് ഇട്ടിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ അവിടെ ഹൈഡ്രജൻ ബോണ്ട് നമ്മൾ ഡോട്ടഡ് ലൈൻ ഇട്ടാണ് റെപ്രസെൻ്റ് ചെയ്യാന്ന് ഡോട്ടഡ് ലൈൻ ഇട്ടാണ് റെപ്രസെൻ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഈ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റേറ്റിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. സോളിഡ് സ്റ്റേറ്റിലാണ് സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുക. ലിക്വിഡിലെത്തുമ്പോൾ അത് കുറച്ചുകൂടെ കുറയും, ഗ്യാസിലെത്തുമ്പോൾ അത് പിന്നെയും എന്ത് ചെയ്യും? കുറയും. കാരണം മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സോളിഡിൽ കുറവാണ്, ഗ്യാസിൽ എന്താണ്? വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറിലും പ്രോപ്പർട്ടിയിലും ഒക്കെ എന്ത് ചെയ്യും? കാര്യമായിട്ടുള്ള ചേഞ്ചസുകൾ വരും. എങ്ങനെ? മാക്സിമം സോളിഡ് സ്റ്റേറ്റിലും മിനിമം ഗ്യാസ് സ്റ്റേറ്റിലും അല്ലേ? ഞാൻ നേരെ തിരിച്ചാ പറഞ്ഞേ? സോറി. ഗ്യാസ് സ്റ്റേറ്റിൽ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും അല്ലേ? മോളിക്യൂൾസ് ഫാർ അപ്പാർട്ടായിട്ടല്ലേ നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ ബോണ്ട് വളരെ വീക്കായിരിക്കും. ഓക്കെ, സോളിഡിൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് പറയുന്നത് വളരെ അടുത്തിട്ടല്ലേ ഉണ്ടാവുക. സോളിഡ് റിജിഡ് ആയതുകൊണ്ട് അതിലെ പാർട്ടിക്കിൾസ് വളരെ അടുത്താണ് ഉണ്ടാവുക. അപ്പോൾ അതിലുള്ള ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോങ്ങർ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടും ഉണ്ട്, ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടും ഉണ്ട്. ഇന്റർ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇന്റർ മോളിക്കുലാറും ഇൻട്രാ മോളിക്കുലാറും. ഫസ്റ്റ് വണ് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടാണ്. അതെന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മോളിക്യൂൾ ആയിരിക്കും. നമ്മളിപ്പോൾ HFൻ്റെ കേസ് കണ്ടു, അവിടെ രണ്ട് HF മോളിക്യൂൾസിൻ്റെ ഇടയിലാണ്. ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മോളിക്യൂൾ ഓർ സെയിം ഓർ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്. സെയിം കോമ്പൗണ്ട് HF നമ്മൾ എടുത്തത് എല്ലാം HF മോളിക്യൂളാണ്. അതേപോലെ വേറെയും കോമ്പൗണ്ടുകൾ വരാം. HF അല്ലാതെ വേറെ ഏതെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് കോമ്പൗണ്ട് ആണെന്ന് പറയും. അപ്പം ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് മോളിക്യൂള്, രണ്ട് ഡിഫറെൻറ്റ് മോളിക്യൂൾസിൻ്റെ ഇടയിൽ HF എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആണ്. അവിടെ ഉള്ള ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയാം. കാരണം അവിടെ ഡിഫറെൻറ്റ് മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ളൊരു ഹൈഡ്രജൻ ബോണ്ടാണ്. അതിനെയാണ് നമ്മൾ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയാം. ഓക്കെ, അതിന് എക്സാമ്പിളാണ് NH3ൻ്റെ ഇടയിൽ, NH3 ആൽക്കഹോളിൻ്റെ ഒക്കെ ഇടയിൽ വരുന്നത്. ഇവിടെ നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെ ഇടയിൽ ഇതൊരു NH3 മോളിക്യൂളാണ്, ഇത് വേറൊരു NH3 മോളിക്യൂളാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇതൊരു ആൽക്കഹോളാണ്, ROH. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ളൊരു
ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നതും ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഈ ഡോട്ടഡ് ലൈൻ ഇട്ടതാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇത് ബിറ്റ്വീൻ മോളിക്യൂൾസ് ആണ്, അതുകൊണ്ട് ഇത് ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടാണ്. ഇൻട്രാ മോളിക്കുലാർ എന്ന് പറഞ്ഞാൽ മോളിക്യൂലാർ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാൻ പറ്റും. ഇൻ്റർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്, അത്രയേ ഉള്ളൂ. അതിപ്പോ സെയിം കോമ്പൗണ്ടും ആവാം അല്ല ഡിഫറെന്റ് കോമ്പൗണ്ടും ആവാം. ഡിഫറെൻറ്റ് കോമ്പൗണ്ടും ആവാം. ഇവിടെ ഈ ഒരു മോളിക്യൂൾ നോക്കൂ, ഇവിടെ ഒന്ന് NH3 ഒന്നെങ്കിൽ ഇതിൻ്റെ ഇടയിൽ മാത്രമുള്ളതാവാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ മാത്രമുള്ളതാവാം. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിക്കൂടെ? അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻറ്റ് കോമ്പൗണ്ടുകളല്ലേ? അതിനാണ് നമ്മൾ ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയും. ഇനി വിത്തിൻ ദ മോളിക്യൂളാണ് നമുക്ക് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കണ്ടോ, ഓർത്തോ നൈട്രോഫീനോൾ എന്നാണ് നമ്മൾ ഇതിനെ പറയാം. ഇവിടെ ഒരു NO2, ഇവിടെ ഒരു OH. ഈ മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് അല്ലേ? അതിനെയാണ് നമ്മൾ ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ, ഒരു കോമ്പൗണ്ടിൽ ഒറ്റ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ, അത് പുറത്തേക്ക് വേറൊരു കോമ്പൗണ്ട് ആയിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇത് ഈ ഒരു കോമ്പൗണ്ട് ഇങ്ങനെ തന്നെ, ഓർത്തോ നൈട്രോഫീനോൾ, അതിൻ്റെ ഉള്ളിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, അതിനാണ് നമ്മൾ ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയും. സ്ലൈഡ് ഒന്നുകൂടി കാണിക്കോ? കിട്ടിയോ? ഇത് ഹൈഡ്രജൻ ബോണ്ടിൻ്റെ പോയിന്റുകളാണ്. അവിടെ ഒരു ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ് ഉണ്ടാവുക. കാരണം അവിടെ ഹൈഡ്രജന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള ഒരു നെഗറ്റീവ് ചാർജുമാണ് ഉണ്ടാവുക. അങ്ങനെ ഓപ്പോസിറ്റ് ചാർജസുകളുള്ള തമ്മിലുള്ള അട്രാക്ഷൻ നമ്മൾ ഡൈപോൾ അട്രാക്ഷൻ എന്നല്ലേ പറയുക? അപ്പോൾ അവിടെ ഒരു ഡൈപോൾ അട്രാക്ഷൻ ആണ് ഉണ്ടാവുക. ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 2 ആറ്റംസ് ആയിരിക്കും. ഒരു ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ്റെയും ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റിൻ്റെയും ഇടയിലാണ് എന്തുണ്ടാവുക? ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുക. ഓക്കെ, ബിറ്റ്വീൻ 2 ആറ്റം ആയിരിക്കും, അല്ലാതെ ബിറ്റ്വീൻ 3 ആറ്റങ്ങളാവില്ല. ക്ലിയർ ആയോ? ഓക്കെ, ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് ഹൈഡ്രജൻ ബോണ്ടിൻ്റെ സ്ട്രെങ്ത്തും എന്ത് ചെയ്യും? കൂടും. സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ ബോണ്ട് ഇൻക്രീസസ് വിത്ത് ഡിഫറൻസ് ഇൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഓക്കെ, ഇവിടെ ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, ഇതിൽ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾ ഫ്ലൂറിൻ ആണ്, ദെൻ ഓക്സിജൻ ആണ്, പിന്നെ നൈട്രജൻ ആണ്. അപ്പം HFൻ്റെ ഇടയിലുള്ള ഹൈഡ്രജൻ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും ആരെക്കാട്ടും? ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെയും ഇടയിലുള്ളതിനെക്കാട്ടും. അതിനെക്കാട്ടും കൂടുതലായിരിക്കും നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും ഇടയിലുള്ള ഹൈഡ്രജൻ ബോണ്ടിൻ്റെ സ്ട്രെങ്ത്. ഓക്കെ, ഈ ഒരു ബോണ്ട് അല്ല കേട്ടോ നമ്മൾ പറയുന്നത്. HF മോളിക്യൂള് അടുത്തൊരു HF മോളിക്യൂൾ, അതിൻ്റെ ഇടയിലുള്ള ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ദെൻ ഈ ഒരു മോളിക്യൂള് അതിൽ ഒരു പ്ലെയിനിൽ 3 ബോണ്ടാണ് ഉണ്ടാവുക. 3 ബോണ്ടല്ല, 3 മോളിക്യൂൾ അഥവാ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിലുള്ള 3 ആറ്റങ്ങൾ ഒരേ പ്ലെയിനിലാണ് ഉണ്ടാവുക. ഇവിടെ X എന്ന് പറയുന്നത് ഫ്ലൂറിനായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലൂറിൻ, ഹൈഡ്രജൻ, അടുത്തതിൻ്റെ ഫ്ലൂറിൻ, ഇവിടെ ഒരു ഹൈഡ്രജനും ഉണ്ടാവും. അപ്പം ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതിൽ ഈ 3 ആറ്റങ്ങളും ഒരേ പ്ലെയിനിലാണ് ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 3 ഫേസിലുണ്ടാവും. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഫേസിലുണ്ടാവും. ഗ്യാസ് ഫേസിലുള്ളതിൻ്റെ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോളിഡിൽ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് ഇത് വരും. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് എന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അല്ലാതെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഈ കാര്യങ്ങളൊന്നും എടുത്തെടുത്ത് നിങ്ങളോട് ചോദിക്കില്ല. ഈ ഒരു കാര്യം ചോദിക്കും, ബാക്കി കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് എക്സാമിന് വല്ലാതെ സ്ട്രെസ് ചെയ്ത് ചോദിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. എപ്പോഴോ എടുത്ത്
ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്, ഹൈഡ്രജൻ ബോണ്ട് വരുന്ന സമയത്ത് അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കൂടും. ബോയിലിംഗ് പോയിൻ്റ് കൂടാൻ കാരണം മോളിക്യൂൾസിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ഒരു അട്രാക്ഷൻ വരും. അതുകൊണ്ടാണ് വാട്ടർ മോളിക്യൂളിന് H2Sനെക്കാട്ടും ബോയിലിംഗ് പോയിൻ്റ് കൂടുന്നത്. അതേപോലെ NH3ക്ക് PH3നെക്കാട്ടും കൂടുന്നത്, HFന് HClനെക്കാട്ടും കൂടുന്നത്. അമീൻസിൻ്റെ കേസിൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഒക്കെ കേസിൽ എന്ത് ചെയ്യുന്നത്, ബോയിലിംഗ് പോയിൻ്റ് കൂടുന്നത് എന്നൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഈ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഈ മോളിക്യൂൾ എന്ത് ചെയ്യൂല, പെട്ടെന്നായിട്ട് വേപ്പറായിട്ട് പോകില്ല. അപ്പോൾ ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിൻ്റ് ഇൻക്രീസ് ചെയ്യിക്കും. പക്ഷേ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിൻ്റ് ഡിക്രീസ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഓർത്ത് വെക്കുക. ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻക്രീസസ് ബോയിലിംഗ് പോയിൻ്റ്, വെറാസ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഡിക്രീസസ് ബോയിലിംഗ് പോയിൻ്റ്. കാരണം ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഇൻ്ററാക്ഷൻ ഉണ്ടാവില്ല. ഇൻ്റർമോളിക്കുലാറിൻ്റെ ഇടയിൽ മാത്രമാണ്, ഇൻ്റർമോളിക്കുലാർ ആണെന്നുണ്ടെങ്കിലാണ് അവിടെ എന്തുണ്ടാവുക, ഒരു ബിറ്റ്വീൻ ദ മോളിക്യൂള് ഒരു എക്സ്ട്രാ ഒരു അട്രാക്ഷൻ ഉണ്ടാവുക. അതുകൊണ്ട് ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ബോയിലിംഗ് പോയിൻ്റ് കൂട്ടും, ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ബോയിലിംഗ് പോയിൻ്റ് കുറയ്ക്കും. ഓക്കെ, ആ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഈ ഒരു എക്സാമ്പിളും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തെന്ന് വിചാരിക്കണം. ഇതിൻ്റെ MCQ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് ടോപ്പിക്കാണ് സോല്യൂബിലിറ്റി എന്ന് പറയുന്നത്. സോല്യൂബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് സോല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കും. സോല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് പഞ്ചസാര ഇട്ട് അളക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും ഇടയിൽ ഒരു ഇൻ്ററാക്ഷൻ ഉണ്ടാവും. ഓക്കെ, വാട്ടർ എന്ന് പറയുന്നതിൽ നമ്മൾ എന്ത് സാധനം ഇട്ട് ഇളക്കി കഴിഞ്ഞാലും അവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷനാണ് ഉണ്ടാവുക. അപ്പം ഈ ഒരു വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിട്ട് വരുന്നത് കൊണ്ട്, ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നത് കൊണ്ടാണ് അവിടെ സോൾവെൻറ്റ് പെട്ടെന്ന് സോല്യൂബിൾ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ സോല്യൂബിലിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ സോല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യും, കാരണം അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ നടക്കും. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് സോല്യൂബിലിറ്റി ഓഫ് ആൽക്കഹോൾ ഇൻ വാട്ടർ. അതേപോലെ നമ്മൾ ഷുഗർ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് ഡിസോൾവ് ചെയ്യിക്കുന്ന സമയത്തൊക്കെ വരുന്നത്. ദെൻ ഇത് നേരെ ഓപ്പോസിറ്റാണ് ഇൻട്രാമോളിക്കുലാർ. അവിടെ മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്, അപ്പോൾ അത് സോല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കില്ല. ഓൾറെഡി അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കി സ്റ്റേബിളായിട്ട് നിൽക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ മോളിക്യൂളിന് എന്തുണ്ടാവില്ല, ഒരു സോല്യൂബിലിറ്റി ഉണ്ടാവില്ല, ലെസ് സോല്യൂബിൾ ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് ഓർത്തോനൈട്രോഫിനോൾ, സാലിസിലിക് ആസിഡ് എന്നൊക്കെ പറയുന്നത് വാട്ടറിൽ എന്താണ്, ലെസ് സോല്യൂബിളാണ്. ഓർത്തോനൈട്രോഫിനോളിലാണ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുക, അതായത് NO2-ഉം OH-ഉം അടുത്തടുത്ത് വരുന്ന പൊസിഷനിൽ. ഇനി അത് പാരാ പൊസിഷനിലാണെന്ന് വിചാരിക്കുക. ഒരു ബെൻസീൻ റിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ 3 പൊസിഷനാണ് ഉണ്ടാവുക. അതിനടുത്തുള്ളത് ഓർത്തോക്ക് അടുത്തുള്ളത് മെറ്റ, അത് മെറ്റയ്ക്ക് അടുത്തുള്ളത് പാര. അപ്പോൾ ഓർത്തോയും പാരയും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും, നല്ല ഡിഫറൻസ് ഉണ്ടാവും ഡിസ്റ്റൻസിൽ. അതുകൊണ്ട് തന്നെ പാരാ ഐസോമർ സോലുബിൾ ആയിരിക്കും, ഓർത്തോ ഐസോമർ എന്ന് പറയുന്നത് സോലുബിൾ ആയിരിക്കില്ല. ജസ്റ്റ് ഈ കാര്യം ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ സോലുബിലിറ്റി കുറവായിരിക്കും, ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ സോലുബിലിറ്റി കൂടുതലായിരിക്കും. ക്ലിയർ ആണോ? വിസ്കോസിറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് ആവശ്യമില്ല. ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് കൂടിക്കഴിഞ്ഞാൽ വിസ്കോസിറ്റി കുറയും. റെസിസ്റ്റൻസ് ടു ഫ്ലോ അല്ലേ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പം വിസ്കോസിറ്റി എന്ത് ചെയ്യും, കുറയും. ഹൈഡ്രജൻ ബോണ്ടിങ് കുറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി എന്ത് ചെയ്യും, കുറയും. വിസ്കോസിറ്റി കൂടിയാൽ അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് കൂടുതലായിരിക്കും, വിസ്കോസിറ്റി കുറവാണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് കുറവായിരിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇപ്പം 8:50 ആയില്ലേ.
ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ. ദെൻ ക്ലാസ് ഡിസ്കഷൻ 20 ക്വസ്റ്റ്യൻ ആണ് MCQ ഉള്ളത്. അത് നമുക്ക് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ. കറക്റ്റ് 9 മണിക്ക് വരിക. ഒരു 20 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, അത് തീരും. സാറ് 9:20 വരെ ക്ലാസ്. ആ, ഈ ഡിസ്കഷൻ വേഗം കഴിയും. അത് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആൻസർ പറഞ്ഞ് അങ്ങനെ പോവുകയുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യൂല. ബ്രേക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീർക്കുകയും ചെയ്യാം. ബ്രേക്ക് വേണ്ട, വേണ്ട തീർത്തോളി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയലിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റേഡിയസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ എഴുതാൻ വേണ്ടിയിട്ടാണ്. സ്പീഷീസ് ആർഗൺ K+ Ca2+ contain the same number of electrons in which the order do their radii increase. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ്റയോണിന് സൈസ് കുറവായിരിക്കും, ആനയോണിന് സൈസ് കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ ചാർജ് വരുന്ന സമയത്ത് കാറ്റയോണിൻ്റെ സൈസ് പിന്നെയും എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഓക്കെ, അപ്പം ഇതിൽ ഓപ്ഷൻ ബി ആണ് വരിക. കാറ്റയോണിന് ഏറ്റവും സൈസ് കുറവുള്ളത് Ca2+ ആണ്, കാരണം ഇതിന് ചാർജ് വളരെ കൂടുതലാണ്. ദെൻ K+, ദെൻ AR. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ 2 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, എക്സും വൈയും. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 അപ് ടു 4s2 വരെ തന്നിട്ടുണ്ട്. വൈൻ്റേത് 3p5. ദ എക്സ്പെക്റ്റഡ് കോമ്പൗണ്ട് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്താണ് ആ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം S2ലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു ആൽക്കലൈൻ എർത്ത് മെറ്റലായിരിക്കും. അതായത് ബെറിലിയം മെഗ്നീഷ്യം എന്നൊക്കെ പറയുന്ന രൂപത്തിൽ, ബെറിലിയം മെഗ്നീഷ്യം കാൽഷ്യം സ്ട്രോൺഷ്യം അല്ലേ. അപ്പം ഇതിൽ നിൽക്കുന്നത്, ഇത് പോയി നിൽക്കുന്നത് കാൽഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലാണ്. ഇത് 2p5 എന്ന് പറയുന്നത് ഹാലജൻ്റെ കേസാണ്. അപ്പോൾ MgCl2 അല്ലെങ്കിൽ CaCl2 എന്നൊക്കെ പറയുന്ന ടൈപ്പ് മോളിക്യൂളാണ് ഇതുണ്ടാവുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും നമ്മൾ ക്ലാസ്സിൽ അന്ന് ഡിസ്കസ് ചെയ്താണ് ചാർജൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഏതാ വരിക, എ ആണ് വരിക. MgCl2 CaCl2 എന്നൊക്കെ പറയുന്ന ടൈപ്പാണ് ഈ ഒരു മോളിക്യൂൾ വരിക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നോക്കേണ്ടത്, ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുക. ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നത് എസ്സിലാണ്, 4s2ലാണ്. അപ്പോൾ ഇതൊരു ആൽക്കലൈൻ എർത്ത് മെറ്റലാണ്. ഇത് 3p5ലാണ് വന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ഹാലജനാണ്. അപ്പോൾ ആൽക്കലി മെറ്റലും ഹാലജനും തമ്മിൽ ബോണ്ട് ഉണ്ടാക്കുന്നത് ഏത് രൂപത്തിലാണ്, XY2 രൂപത്തിലാണ്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത്, ദ എലമെൻറ്റ് ഹാവിങ് ഇലക്ട്രോനെഗറ്റിവിറ്റി 1.2 and 3 ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ദം വുഡ് ബി. ഇവിടെ ഒന്നിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 1.2 ആണ്, മറ്റൊന്നിൻ്റേത് 3 ആണ്. അപ്പം ഇവിടെ ഇത് നിങ്ങൾക്ക് പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, പക്ഷേ നിങ്ങൾ ക്ലാസിഫിക്കേഷനിൽ പഠിക്കുന്നുണ്ട്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് 1.7 അതിൽ കൂടുതലോ വരികയാണെന്നുണ്ടെങ്കിൽ അത് അയോണിക് ബോണ്ട് ആയിരിക്കും. 1.7 കുറവാണെന്നുണ്ടെങ്കിൽ അത് കോവാലൻ്റ് ബോണ്ട് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ അവിടെ പഠിക്കുന്ന കാര്യമാണ്. 1.7 കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് അയോണിക് ആയിരിക്കും, 1.7 കുറവാണെങ്കിൽ അത് കോവാലൻ്റ് ബോണ്ട് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഏതാ വരിക, അയോണിക് ബോണ്ടാണ് വരിക. ദെൻ ദ ബോണ്ട് പ്രസൻറ്റ് ഇൻ N2O4 R. ഇതിൽ ബോത്ത് അയോണിക് ബോണ്ടും കോർഡിനേറ്റ് ബോണ്ടും ആണ് ഉണ്ടാവുക. നമ്മൾ NH3യും BF3ൻ്റെ ഇടയിൽ പഠിച്ച പോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന ബോണ്ട് എന്ന് പറയുന്നത് അയോണിക് അല്ല, കോവാലൻറ്റും കോർഡിനേറ്റും ആണ് ഉണ്ടാവുക. നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവും, ഒരു സിംഗിൾ ബോണ്ടും വരും. അതിൽ ഒന്ന് കോവാലൻ്റ് ബോണ്ടും മറ്റൊന്ന് കോർഡിനേറ്റ് ബോണ്ടും ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ലെവൽ കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ആവശ്യം ഉണ്ടാവില്ല, ബോർഡിൽ ഇത്രയും ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഈ ഒരു കാര്യങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. N2O4 ആണെന്നുണ്ടെങ്കിൽ അതിൽ കോവാലൻ്റ് ബോണ്ടും കോർഡിനേറ്റ് ബോണ്ടുമാണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്ട്രോങ്ങസ്റ്റ് ബോണ്ട്.
അപ്പം ഇതിൽ മാക്സിമം ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വരുന്നത് ബ്രോമിനും ഫ്ലൂറിനും തമ്മിലാണ്. അപ്പോൾ അവിടെയാണ് എന്തുണ്ടാവുക, സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടോ? സർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഒന്നും കൂടെ പറയോ? ഫസ്റ്റിൽ സർ 4 ഒന്നുകൂടി പറയും. 4 ഞാൻ പറഞ്ഞുതരാം. ഇതിൽ കാൽഷ്യം, പൊട്ടാസ്യം, ആർഗൺ, കാറ്റയോണിൻ്റെ ചാർജ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കുറയും. അപ്പോൾ ഇതിൽ ഏറ്റവും ചാർജ് കൂടുതലുള്ളത് കാൽഷ്യത്തിനാണ്, പിന്നെ പൊട്ടാസ്യത്തിനാണ്, പിന്നെ ആർഗണാണ്. അതുകൊണ്ട് ഈ ഒരു ഓർഡറാണ് ഇതിൻ്റെ ഇത് വരിക. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. ഇത് രണ്ടാമത്തെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ ഇത് ഒരു ആൽക്കലൈൻ എർത്ത് മെറ്റലാണ്, ഇതെന്ന് പറയുന്നത് ഒരു ഹാലജൻ ആണ്. അപ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറയുമ്പം അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എസ്സിലാണ് വരിക, 4s2, 2s2, 3s2 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് 2 ഇലക്ട്രോണിനെ കൊടുക്കാൻ വില്ലിങ് ആണ്. അപ്പോൾ അതിന് നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ കിട്ടും. ഇവിടെ P5 എന്ന് പറയുന്നത് ഹാലജൻ ആണ്. അപ്പം അയാൾക്ക് 1 ഇലക്ട്രോണിനെ കിട്ടിയാൽ അയാൾക്കും ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇയാൾ 2 എണ്ണം കൊടുക്കുന്നുണ്ട്, ഇയാൾ 1 വാങ്ങുന്നുണ്ടെങ്കിൽ ഇയാൾ എത്ര എണ്ണം വേണം? 2 എണ്ണം വേണ്ടേ? എന്നാലല്ലേ 2 ഇലക്ട്രോണിനെ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരില്ലേ, ഒരു എക്സും 2 വൈയും വേണ്ടേ? അപ്പോൾ അങ്ങനെയാണ് അത് വരുന്നത്. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ പഠിക്കുന്നത് +2 P ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അവിടെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള N2O4 എന്ന് പറയുന്നത്. NO2, NO3, N2O5, N2O4 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഇതിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും അവിടെ ഒരു കോവാലൻ്റ് ബോണ്ടും കോർഡിനേറ്റ് ബോണ്ടും ആണ് ഉണ്ടാവുക. ഒരു നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും ഇടയിലുള്ള ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോണിനെ നൈട്രജൻ്റെ ലോൺ പെയർ കൊടുക്കും, അതാണ് കോർഡിനേറ്റ് ബോണ്ട്. ബാക്കി എല്ലാ ബോണ്ടും അതിൽ വരുന്നത് കോവാലൻ്റ് ബോണ്ട്, സിംഗിൾ കോവാലൻ്റ് ബോണ്ടുകളാണ് വരിക. ഓക്കെ, സർ ലാസ്റ്റ് വന്നതായിരുന്നു 5ാമത്തെ. അതിലെന്താ, അത് സിമ്പിൾ അല്ലേ. ഇതിൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വരുന്നത് ആരിലാണ് നോക്കുക. ബ്രോമിൻ്റെയും ഫ്ലൂറിൻ്റെയും ഇടയിലാണോ? ഫ്ലൂറിന് 2 ഫ്ലൂറിൻ്റെ ഇടയിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടും സെയിം ആണ്. ദെൻ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ആണുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വരുന്നത് ആരുടെ കേസിലാണ്? ബ്രോമിൻ്റെയും ഫ്ലൂറിൻ്റെയും കേസിലാണ്. അതുകൊണ്ടാണ് അത് ഓപ്ഷനായിട്ട് വരുന്നത്. ക്ലിയർ ആയോ? സർ ആ 5th വണ്ണിന് 2 ഓപ്ഷൻസേ ഉള്ളൂ. അല്ല, 4 എണ്ണം ഉണ്ടല്ലോ, കാണുന്നില്ല? ഇല്ലല്ലോ, 2 എണ്ണേ കാണുന്നുള്ളൂ. നിങ്ങളെ മെറ്റീരിയൽ ഇല്ലേ നിങ്ങളെ കയ്യിൽ? അതിൽ സിയും ഡിയും, CLUം Fഉം BRഉം CLഉം ഉണ്ട് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 6 to 13 ആണ് ക്വസ്റ്റ്യൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നോക്കുക. എന്താണ് ആൻസർ? 6ൻ്റെ ആൻസർ വരുന്നത് C ആണ്. ക്വസ്റ്റ്യൻ എന്താ? നമുക്ക് 4 കോമ്പൗണ്ടിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫോർമുലയാണ് നമ്മളോട് ചോദിച്ചത്. അത് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത രൂപത്തിലാണ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അതിൻ്റെ ഓപ്ഷൻ CN ആണോ കിട്ടുന്നത് നോക്കാം. Then 7th question, the correct sequence of increasing covalent characters represented by. ഇത് നമ്മൾ ഫജാൻസ് റൂൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഒരു കാര്യം പറയുന്നത്. ഇവിടെ എല്ലാ ആനയോണും എന്താണ്? ക്ലോറിൻ ആണ്. അപ്പോൾ നമ്മൾ കാറ്റയോണിൻ്റെ കേസാണ് നോക്കേണ്ടത്. ഓക്കെ, സർ BE++ എന്ന് പറഞ്ഞ 2+ ആണ് ഉദ്ദേശിക്കുന്നത്. 2+ ആണ്, BE 2+ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഫജാൻസ് റൂൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുക. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്മോളർ കാറ്റയോണും ലാർജർ ആനയോണും ആണെങ്കിൽ ആണ് മോർ കോവാലൻ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് C ഓപ്ഷൻ എടുത്ത് നോക്കിയാൽ അതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരിക. അവിടെ BE2+, Li+, Na+. BE2+ എന്ന് പറയുമ്പോൾ അതിന് ചാർജ് കൂടുതലാണ്, അതുകൊണ്ട് അതിൻ്റെ കാറ്റയോണിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും. ലിഥിയത്തിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ലിഥിയം, സോഡിയം, അതിൽ ആദ്യം വരുന്ന ഈ ലിഥിയാണ്, അതിനൊരു ഷെല്ല് കുറവാണ്, അതുകൊണ്ട് അതിൻ്റെ സൈസ് കുറവായിരിക്കും. ലിഥിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ സോഡിയത്തിൻ്റെ സൈസ് എന്താണ്? ലിഥിയത്തിനെക്കാട്ടും കൂടുതലാണ്. അതുകൊണ്ടാണ് C എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഓക്കെ ആണോ?
ആ ഓക്കെ. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത് ബി ആണ്. കോവാലൻ്റ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷണൽ ബോണ്ടാണ്. ബാക്കി തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം എന്താണ്, കറക്റ്റാണ് കേട്ടോ. കോവാലൻ്റ് ബോണ്ടിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആ കാര്യങ്ങളൊക്കെ. ഓക്കെ. ദെൻ 9th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഹാസ് മാക്സിമം ഡൈപോൾ മൊമെൻറ്റ്? CO2ൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്. CH4ന് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട്. ദെൻ NF3യും NH3യും കമ്പയർ ചെയ്യുന്ന സമയത്ത് ആർക്കാണ് ഡൈപോൾ മൊമെൻറ്റ് കൂടുതൽ? NH3ക്കാണ് ഡൈപോൾ മൊമെൻറ്റ് കൂടുതൽ. അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഓപ്ഷൻ എ ആണ് വരിക. ഓക്കെ. ദെൻ 10th ക്വസ്റ്റ്യൻ എന്താണ്? കുറച്ച് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, LiCl, RbCl, BeCl2, MgCl2. അതിൽ ഏറ്റവും ഹൈ അയോണിക് ക്യാരക്ടർ കാണിക്കുന്നതും ലോ അയോണിക് ക്യാരക്ടർ കാണിക്കുന്നതും ആരൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അയോണിക് ക്യാരക്ടറിൻ്റെ കേസിൽ നമ്മൾ എന്താണ് നോക്കുക? ഫെജാൻസ് റൂളാണ് നോക്കുക. അപ്പം ഹൈ അയോണിക് ക്യാരക്ടർ കാണിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കാറ്റയോൺ വളരെ ലാർജർ ആയിരിക്കണം, ആനയോൺ എന്ന് പറയുന്നത് വളരെ സ്മോളർ ആയിരിക്കണം. ദെൻ ലീസ്റ്റ് അയോണിക് ക്യാരക്ടർ അല്ലെങ്കിൽ ലോവർ അയോണിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ മോർ കോവാലൻ്റ് ക്യാരക്ടറാണ്. അവിടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും. സ്മോളർ കാറ്റയോൺ എടുക്കുക, ലാർജർ ആനയോൺ എടുക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ലാർജർ കാറ്റയോൺ വരുന്നത് റുബീഡിയത്തിൻ്റെ കേസിലാണ്. ലിഥിയം, ബെർലിയം, മെഗ്നീഷ്യം, റുബീഡിയം എന്ന് പറയുന്നത് ആൽക്കലി മെറ്റലിൽ വരുന്ന ഏറ്റവും സൈസ് കൂടിയ ആൾ റുബീഡിയം ആണ്. അതുകൊണ്ട് അയാളുടെ RbClനാണ് ഏറ്റവും ഹയസ്റ്റ് അയോണിക് ക്യാരക്ടർ ഉണ്ടാവുക. തന്നിട്ടുള്ളതിൽ ഏറ്റവും സ്മോളർ ആയിട്ടുള്ള ആൾ ബെർലിയാണ്. കാരണം അവിടെ കാറ്റയോൺ ഫോം ചെയ്യുന്ന സമയത്ത് Be2+ ഉണ്ടാവും. Be2+ നമ്മൾ തൊട്ട് മുകളിലത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പം ലീസ്റ്റ് അയോണിക് ആയിട്ടുള്ള ആൾ BeCl2, മോസ്റ്റ് അയോണിക് ആയിട്ടുള്ള ആൾ RbCl ആണ് വരിക. ഓക്കെ ആണോ? ഇത് നമ്മൾ കുറേ ടൈം എടുത്ത് ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് ഫെജാൻസ് റൂൾ എന്ന് പറയുന്നത്. ദെൻ 11th ക്വസ്റ്റ്യൻ, അതിൽ P4O10 എന്ന് പറയുന്നത് നിങ്ങൾ അതും P ബ്ലോക്കിൽ പഠിക്കുന്ന കാര്യമാണ്. അതിൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾ P ബ്ലോക്കിലാണ് പഠിക്കുക. ഇതാണ് ആ ഒരു മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ വരിക. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്ര സിഗ്മ ബോണ്ട് ഈ ഒരു കോമ്പൗണ്ടിലുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൽ ടോട്ടലായിട്ട് 16 സിഗ്മ ബോണ്ടാണ് ഉണ്ടാവുക. P4O10ൽ ടോട്ടലായിട്ട് 16 സിഗ്മ ബോണ്ടാണ് ഉണ്ടാവുക. അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ ഒരു മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ അവിടെ പഠിക്കും. ആ ഒരു സമയത്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ. ഇതൊരു എൻട്രൻസ് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. ബോർഡ് ബേസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആവശ്യങ്ങൾക്കില്ല. ഓക്കെ. ദെൻ 12th ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? SiCH4ൻ്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാ വരിക? SiCH4 എന്ന് പറയുന്ന സമയത്ത് ആ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിലിക്കൺ എന്ന് പറയുന്നത് കാർബണിൻ്റെ ഫാമിലിയാണ്. അതിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് CH4 എന്ന് പറയുന്നത് A എന്നോ B എന്നോ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ സെൻട്രലായിട്ട് ആയിട്ടുള്ള സിലിക്കൺ A എന്നും CH3 എന്ന് പറയുന്നത് B എന്നും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ AB4 ടൈപ്പ് എന്ന് കിട്ടും. AB4 ടൈപ്പ് എന്ന് പറയുന്നത് 4 ബോണ്ടുള്ള കേസ് ഏതാ വരിക? ടെട്രാഹെഡ്രലാണ് വരിക. ടെട്രാഹെഡ്രലിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ അതിൽ ഓപ്ഷൻ ഏതാ വരിക? D ആണ് വരിക. sp2 ഓപ്ഷൻ എ വരില്ല. കാരണം sp എന്ന് പറയുന്ന സമയത്ത് ഹൈബ്രിഡൈസേഷനിൽ 2 ആൾക്കാർ മാത്രമേ പങ്കെടുക്കൂ. ഇവിടെ ടോട്ടൽ 4 ബോണ്ടുണ്ട്. sp2 വരില്ല. ഇവിടെ 4 ബോണ്ടുണ്ട്. sp2ൽ 3 ബോണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. sp3d എന്ന് പറയുമ്പോൾ അതിൽ 5 ബോണ്ട് ഉണ്ടാവും. ഇതിൽ എത്ര എണ്ണേ ഉള്ളൂ? 4 ബോണ്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്താണെന്ന് തന്നെ തോന്നുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഈസ് ലീനിയർ? അതിൽ ലീനിയർ ആയിട്ട് sp ഹൈബ്രിഡൈസേഷനിലെ എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. NO2+ എന്ന് പറയുന്നത് അത് ഒരു നൈട്രജൻ, അതിൻ്റെ 2 ഭാഗത്തേക്ക് ഡബിൾ ബോണ്ട് ഓക്സിജൻ, മുകളിലൊരു പ്ലസ് ചാർജുമാണ് വരിക. ഓക്കെ. ദെൻ 14 to 20
ഇതിൽ 14th ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പം നോക്കുക, അവിടെ 2 കോളം തന്നിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ മോളിക്യുലാർ അയോൺസ് ആണ് തന്നത്, രണ്ടാമത്തേൽ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ആണ് തന്നത്. ദെൻ NH4+ എന്ന് പറയുന്നതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഏതാ വരിക? അവിടെ 4 ബോണ്ട് ഉണ്ട്, അപ്പോൾ അത് sp3 ഹൈബ്രിഡൈസേഷൻ വരും. PCl5 എന്ന് പറയുന്നത് sp3d ഹൈബ്രിഡൈസേഷൻ വരും. SF6 എന്ന് പറയുന്നത് sp3d2 ഹൈബ്രിഡൈസേഷൻ വരും. IF7 എന്ന് പറയുന്നത് sp3d3 ഹൈബ്രിഡൈസേഷൻ വരും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. അപ്പം ക്രോസ് മാച്ച് ചെയ്യുന്ന സമയത്ത് എ എന്ന് പറയുന്നത് 3 വരും. A3 വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അത് ഓപ്ഷൻ എ ആണ്. ഓക്കെ ആണോ? ദെൻ 15th ക്വസ്റ്റ്യൻ. BCl3 എന്ന് പറയുന്നത് പ്ലാനാർ മോളിക്യൂളാണ്, NCl3 എന്ന് പറയുന്നത് പിരമിഡലാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ BCl3 എന്ന് പറയുന്ന ബോറോണിൽ എന്തില്ല, ലോൺ പെയർ ഇലക്ട്രോണുകളില്ല, അത് ട്രയഗണൽ പ്ലാനാർ ജോമെട്രിയിലാണ് ഉണ്ടാവുക. പക്ഷേ നൈട്രജൻ്റെ കേസിൽ 2 ലോൺ പെയർ ഉണ്ട്. ലോൺ പെയർ ഉണ്ടാകുമ്പോൾ അവിടെ ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പിരമിഡൽ ഷേപ്പായിട്ട് മാറുന്നത്. ഓപ്ഷൻ എ ആണ് വരിക. ദെൻ 16th ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. SO2 SF4 ClF3 BrF5 XeF4 എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് the shape does not describe any of the molecule is mentioned. ഇതിൽ തന്നിട്ടില്ലാത്ത ഷേപ്പ്, ഈ മോളിക്യൂളിൻ്റെ ഷേപ്പ് അല്ലാത്ത ഷേപ്പ് ഇതിലേതാണ് വരുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ തന്നിട്ടുള്ള മോളിക്യൂൾ SO2 എന്ന് പറയുന്നത് ലീനിയർ ആണ്. SF4 എന്ന് പറയുന്നത് സീസോ ഷേപ്പാണ്. ClF3 എന്ന് പറയുന്നത് T ഷേപ്പാണ്. BrF5 എന്ന് പറയുന്നത് ഏതാ വരിക? സ്ക്വയർ പിരമിഡലാണ് വരിക. SeF4 എന്ന് പറയുന്നത് സ്ക്വയർ പ്ലാനാർ ആണ് വരിക. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് ബെൻഡ് തന്നിട്ടുണ്ട്. അത് ഏതിലാണ് വരിക? SO2 വരും അല്ലേ? ലീനിയർ കുറച്ചൊന്ന് മാറിയിട്ട് വരും. അപ്പം അത് SO2 വരുന്ന സമയത്ത് അത് ബെൻഡായിട്ട് മാറും. സീസോ നമുക്ക് SF4 തന്നിട്ടുണ്ട്. T ഷേപ്പ് നമുക്ക് ClF3 തന്നിട്ടുണ്ട്. നമുക്കിതിൽ തരാത്തത് ട്രയഗണൽ പിരമിഡലാണ്. ഓപ്ഷൻ ബി ആണ് വരിക. എങ്ങനെയാണ് ഓരോ ഓപ്ഷനും സെലക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ 17th ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ബോണ്ട് ഓർഡറിൻ്റെ ബോണ്ട് ആംഗിളിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം ഇത് നിങ്ങൾ +2 നൈട്രജൻ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ ഉണ്ട്, അതിലാണ് നിങ്ങളിത് പഠിക്കുക. NH3 PH3 ASH3. അവിടെ അറിഞ്ഞു വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്ന സമയത്ത് ഇതിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഷെല്ല് കൂടും, ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ദെൻ 18th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൽ OO ബോണ്ട് ലെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഓക്കെ, OO ബോണ്ട് ഓർഡറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ വരിക സി ആണ് ഓപ്ഷൻ വരിക. അതിൽ H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് പഠിക്കുക. ദെൻ ഓക്സിജൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ടാണ്, ഓസോണിൻ്റെ ഇടയിൽ പാർഷ്യൽ ഡബിൾ ബോണ്ടാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഓസോണിൽ പാർഷ്യൽ ഡബിൾ ബോണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിൻ്റെ അത്ര ഒരു സ്ട്രോങ് ഇൻട്രാക്ഷൻ ആയിരിക്കില്ല. അതുകൊണ്ട് അവിടെയുള്ള ബോണ്ട് ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ പാർഷ്യൽ ഡബിൾ ബോണ്ട് H2O2 സിംഗിൾ ബോണ്ടാണ് വരിക. അത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും കേട്ടോ. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓക്സിജൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ടാണ് വരുന്നത്. ഇവിടെ പാർഷ്യൽ ഡബിൾ ബോണ്ടാണ് ഓസോണിൻ്റെ കേസിൽ വരുന്നത്. ഓക്സിജൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ടാണ് വരുന്നത്. അപ്പം ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഓപ്ഷനായിട്ട് വരും. ദെൻ 19th ക്വസ്റ്റ്യൻ ഞാൻ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തു. ബോണ്ട് ഓർഡറിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു അല്ലേ? ബോണ്ട് ഓർഡറിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക, എത്രയാണ് ഇതിൻ്റെ ബോണ്ട് ഓർഡർ വരിക എന്നുള്ളതൊക്കെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഓപ്ഷൻ എ ആണ് വരിക. O2+, അതിൻ്റെ ബോണ്ട് ഓർഡർ 2.5 ആണ്. O2ൻ്റെത് 2 ആണ്. O2- 1.5 വരും. O2 2- 1 വരും.
ഓക്കെ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പാരാമാഗ്നറ്റിക്? ഇതിൽ പാരാമാഗ്നറ്റിക് അല്ലാത്തത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ ബി സി ഡി 4 തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ ബി നോക്കിക്കഴിഞ്ഞാൽ N2 മൈനസ് എന്ന് കാണാം. N2 മൈനസ് എന്ന് പറയുമ്പോൾ 14 ഒന്നും 15 ഇലക്ട്രോൺ വരും. 15 ഇലക്ട്രോൺ വരുന്ന കേസിൽ അതിലൊരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും, അത് പാരാമാഗ്നറ്റിക് ആവും. O2 മൈനസ് എന്ന് പറയുമ്പോൾ O2 ഓൾറെഡി പാരാമാഗ്നറ്റിക് ആണ്. ഒരു ഇലക്ട്രോൺ കൂടി വരുന്ന സമയത്ത് അതിൽ 17 ഇലക്ട്രോൺ ആവും, അത് പിന്നെയും പാരാമാഗ്നറ്റിക് ആയിട്ട് തന്നെ നിൽക്കും. ദെൻ NO എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൈട്രജനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവുക? നൈട്രജനിൽ 7 ഇലക്ട്രോൺ ഉണ്ടാവും, ഓക്സിജനിൽ 8 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ രണ്ടും കൂടെ വരുന്ന സമയത്ത് 8 7 15 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. 15 ഓഡ് നമ്പറാണ്, അപ്പോൾ അതും എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. ദെൻ ഇവിടെ S2 എന്ന് പറയുന്നത് ഓക്സിജൻ്റെ നേരെ താഴെ വരുന്ന ആളാണ്. സൾഫർ എന്ന് പറയുന്നത് ഓക്സിജൻ്റെ നേരെ താഴെ വരുന്ന ആളാണ്. അപ്പോൾ അതിലേക്ക് ഒരു 2 ഇലക്ട്രോൺ വന്നാൽ അത് ഫ്ലൂറിൻ്റെ അല്ലെങ്കിൽ ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അതിനെന്ത് ചെയ്യുക? അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം ഫ്ലൂറിൻ അല്ലെങ്കിൽ ക്ലോറിൻ എന്നൊക്കെ പറയുന്നത് ഡയാമാഗ്നറ്റിക് ആണ്. അപ്പം S2 മൈനസ് എന്ന് പറയുന്നത് ഏതായിട്ട് മാറും? ഡയാമാഗ്നറ്റിക് ആയിട്ട് മാറും. ഓക്കെ. സൾഫർ, റോംബിക് സൾഫർ, വൈറ്റ് സൾഫർ എന്നൊക്കെ പറയുന്ന പല ടൈപ്പ് സൾഫറുകളുണ്ട്. അത് നിങ്ങൾ പഠിക്കുക, +2 ചാപ്റ്ററുകളാണ്. അപ്പം ഇതിൻ്റെ ക്ലാസ് ഡിസ്കഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് സീരിയസ് ആയിട്ട് എടുക്കണ്ട. കാരണം ഇതിലുള്ളതിനെക്കാട്ടും കൂടുതൽ ചോദിച്ചത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിന്നാണ്. ഓക്കെ. അപ്പം ഞാൻ ക്ലാസ്സിൻ്റെ ഇടയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ചെയ്തിട്ട് പഠിക്കുക. അവിടെ നിന്നൊക്കെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? ബോർഡ് ലെവലിൽ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഇത് മറ്റ് ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബാക്കി ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ഡിസ്കഷൻ ഏരിയയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുക, ബാക്കിയുള്ളവർ എന്ത് ചെയ്തോളൂ? ലീവ് ചെയ്തോളൂ.